എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വെബിനാർ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. അൽഷൈമേഴ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഇന്നത്തെ വെബിനാറിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സ്മരണ, ചിന്താശേഷി, ദിനചര്യ പ്രവർത്തനങ്ങൾ എന്നിവയെ ക്രമാതീതമായി ബാധിക്കുന്ന ഒരു നാഡീവ്യൂഹ രോഗമാണ് അൽഷൈമേഴ്സ്. രോഗിയെ മാത്രമല്ല, കുടുംബത്തെയും പരിചാരകരെയും ഇത് ഒരുപോലെ ബാധിക്കുന്നതിനാൽ ബോധവൽക്കരണവും നേരത്തെ തിരിച്ചറിയലും വളരെ പ്രധാനമാണ്. ടീം വയാംസിന്റെ ഭാഗത്തു നിന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഈ വെബിനാറിൽ നിങ്ങൾ പങ്കുചേർന്നതിന് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുന്നു. നമ്മൾ എല്ലാവരും പങ്കുവയ്ക്കാൻ പോകുന്ന അറിവുകളും ചർച്ചകളും സമൂഹത്തിനും രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉപകാരപ്രദമാകട്ടെ എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇന്നിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും സാന്നിധ്യവും പങ്കാളിത്തവും ഈ പരിപാടിയെ കൂടുതൽ അർത്ഥവത്തും ഫലപ്രദവുമാക്കുന്നു. ഇന്ന് നമ്മുടെ വെബിനാറിൽ മുഖേന അൽഷിമേഴ്സ് രോഗത്തിന്റെ വിശദാംശങ്ങൾ, അതിന്റെ ലക്ഷണങ്ങൾ, പരിചരണ രീതികൾ, രോഗികളോടുള്ള മനുഷ്യത്വപരമായ സമീപനം ഇവയെക്കുറിച്ച് വിലമതിക്കാവുന്ന വിവരങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. ഈ വെബിനാർ ബോധവൽക്കരണത്തിനും കരുണാഭാവത്തിനും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ മുഖ്യ പ്രഭാഷകനായി നമ്മളോടൊപ്പം ഉള്ളത് വയാംസ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ വിജിത് KV ആണ്. ആയുർവേദത്തിൽ വിശാലമായ അനുഭവ സമ്പത്തും സമഗ്ര ആരോഗ്യ പരിചരണത്തിലും മസ്തിഷ്ക ആരോഗ്യ രംഗത്തും ദീർഘകാലം പ്രവർത്തിച്ചു പരിചയമുള്ള ഇദ്ദേഹം അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട അറിവുകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗി പരിചരണം എന്ന അത്യന്തം പ്രധാന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഡോക്ടർ നീതു SG പങ്കെടുക്കുന്നുണ്ട്. അൽഷൈമേഴ്സ് രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ കുടുംബങ്ങളുടെ പങ്ക് എത്രത്തോളം നിർണായകമാണെന്ന് ഡോക്ടർ വിശദീകരിക്കും. കൂടാതെ അൽഷൈമേഴ്സ് രോഗികളിലെ സ്വഭാവ വ്യത്യാസങ്ങളുടെ നിയന്ത്രണവും വീടുകളിൽ രോഗി പരിചരണം വിശദീകരിക്കാനായി സീനിയർ സൈക്കോളജിസ്റ്റ് ശ്രീ സുരേഷ് കുമാർ ഇന്ന് നമ്മുടെ കൂടെ വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മോടൊപ്പം വയാംസ് റെസിഡന്റ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ആദിത്യ തങ്കപ്പനുണ്ട്. മുഖ്യ അവതരണത്തിന് ശേഷം നടക്കുന്ന ചോദ്യോത്തര സെഷൻ ഡോക്ടർ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അതിനാൽ ദയവായി നിങ്ങളുടെ ചോദ്യങ്ങൾ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ശേഷം അവയെ ചർച്ച ചെയ്യാം. ഇന്നത്തെ മുഖ്യ പ്രഭാഷകനായ ഡോക്ടർ വിജിത് KVയെ പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ അതിയായി സന്തോഷം രേഖപ്പെടുത്തുന്നു. അൽഷിമേഴ്സ് പോലുള്ള പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളിൽ ആശയവും ചിന്താശേഷിയും സ്മരണയും സ്വാധീനിക്കുന്ന അവസ്ഥകളിൽ ആയുർവേദപരമായ ചികിത്സകളും ജീവിതശൈലി മാറ്റങ്ങളും വഴി ദീർഘകാല പരിചരണത്തെ കൂടുതൽ സുരക്ഷിതവും ഫലപ്രദവുമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇദ്ദേഹം ശ്രദ്ധിച്ചു വരുന്നു. ഭക്ഷണക്രമം, ഔഷധങ്ങൾ, മാനസികാരോഗ്യ പിന്തുണ, ജീവിതശൈലി നിയന്ത്രണം എന്നിവ ഒന്നിച്ചു ചേർന്നുള്ള സമഗ്ര സമീപനത്തിലൂടെ രോഗികളും കുടുംബാംഗങ്ങളും നേരിടുന്ന വെല്ലുവിളികൾ തരണം ചെയ്യാൻ വയാംസിനെ അദ്ദേഹം നയിച്ചിട്ടുണ്ട്. അൽഷിമേഴ്സ് രോഗ കാരണങ്ങൾ, വകഭേദങ്ങൾ, ഘട്ടങ്ങൾ, അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള ആയുർവേദ വീക്ഷണം, ആയുർവേദ ചികിത്സയും സംയോജിത സമീപനവും എന്നിവയെക്കുറിച്ച് മുഖ്യ പ്രഭാഷണം നടത്താനും തന്റെ വിദഗ്ധമായ അറിവുകൾ പങ്കിടാനും ഡോക്ടർ വിജിത് സാറിനെ ക്ഷണിക്കുന്നു. ഓവർ ടു യു സർ. Thank you, Dr. Prasida. I hope I'm audible, correct? ഞാൻ audible ആണോ? Yes, sir. Thank you. എല്ലാവർക്കും നമസ്കാരം. ഈ അൽഷിമേഴ്സിനെ കുറിച്ച് അറിയാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു 15 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അൽഷിമേഴ്സ് രോഗം ഒരു പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് ആൻഡ് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ ആണ്. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമേണ വർദ്ധിച്ചു വരുന്ന, ന്യൂറോ ഡീജനറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് ക്രമേണ ഒരു നാശം സംഭവിക്കുന്ന, കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ബന്ധിക്കുന്ന ഒരു ഡിസോർഡറാണ് അൽഷിമേഴ്സ് രോഗം. ലോകമെമ്പാടുമുള്ള ഡിമെൻഷ്യയുടെ ഏറ്റവും സാധാരണമായ കാരണവും ഇത് തന്നെയാണ്. തലച്ചോറിലെ കോശങ്ങൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങളുണ്ട് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ ക്രമേണ നശിക്കുന്നതാണ് ഈ രോഗത്തിൻ്റെ സവിശേഷത. കാലക്രമേണ ഇത് ഓർമ്മക്കുറവ്, ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയിലേക്ക് നയിക്കുന്നു.
സമീപകാല സംഭവങ്ങളോ സംഭാഷണങ്ങളോ മറന്നു പോവുക എന്നതാണ് പലപ്പോഴും ആദ്യമായി നമ്മൾ കാണുന്ന രോഗലക്ഷണങ്ങൾ. രോഗം മൂർച്ഛിക്കുമ്പോൾ ഇത് ഗുരുതരമായ ഓർമ്മക്കുറവിലേക്കും സ്വാതന്ത്ര്യമില്ലായ്മയിലേക്കും നയിക്കുന്നു. അൽഷിമേഴ്സ് രോഗം നിലവിൽ പരിപൂർണമായി ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുകയില്ല. ഇത് പരിപൂർണമായി വിട്ടുമാറാത്ത ഒരവസ്ഥയും കൂടിയാണ്. രോഗത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ തലച്ചോറിനുണ്ടാകുന്ന വ്യാപകമായിട്ടുള്ള നാശം, നിർജ്ജലീകരണം, പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ അണുബാധ പോലുള്ള സങ്കീർണതകളിലേക്ക് നയിക്കുകയും അത് മരണകാരണമാവുകയും ചെയ്യാം. എന്നിരുന്നാലും ലഭ്യമായ ചികിത്സകൾക്കും കൃത്യമായ പരിചരണത്തിലും രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുവാനും രോഗികൾക്കും അവരെ പരിചരിക്കുന്നവർക്കും മെച്ചപ്പെട്ട ജീവിത നിലവാരം നൽകുവാനും തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കാവുന്നതാണ്. അൽഷിമേഴ്സിന്റെ വ്യാപനം എങ്ങനെയാണ് നമുക്ക് നോക്കാം. പ്രധാനമായും പ്രായമായവരെയാണ് അൽഷിമേഴ്സ് രോഗം ബാധിക്കുന്നത്. അതിന്റെ ആഘാതം വളരെ വലുതാണ്. ലോകമെമ്പാടും ഏകദേശം 55 ദശലക്ഷം ആളുകൾ ഡിമെൻഷ്യ ബാധിതരാണ്. അവരിൽ 60 മുതൽ 70% പേർക്കും അൽഷിമേഴ്സ് രോഗമാണെന്നാണ് ഏകദേശം നമ്മൾ കണക്കാക്കപ്പെടുന്നത്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ രോഗം വരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. 75 വയസ്സിന് മുകളിൽ ഉള്ളവരിലാണ് ഇത് ഏറ്റവും സാധാരണയായി കാണപ്പെടുന്നത്. അൽഷിമേഴ്സ് ഓർമ്മയെയും ചിന്തയെയും തകർക്കുക മാത്രമല്ല, ആഗോളതലത്തിൽ കുടുംബങ്ങൾക്കും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾക്കും വലിയ സാമൂഹികവും സാമ്പത്തികവുമായ ഭാരം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട അപകട ഘടകങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങളും അപകട ഘടകങ്ങളും എന്താണ് എന്ന് നമുക്ക് നോക്കാം. അൽഷിമേഴ്സ് രോഗത്തിന്റെ കൃത്യമായിട്ടുള്ള കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഇതുവരെ പരിപൂർണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അടിസ്ഥാനപരമായി തലച്ചോറിലെ പ്രോട്ടീനുകൾ ശരിയായി പ്രവർത്തിക്കാത്തത് ന്യൂറോണുകളെ, അതായത് മസ്തിഷ്കത്തിലെ കോശങ്ങളെയാണ് ന്യൂറോണുകൾ എന്ന് പറയുന്നത്, അതിനെ തടസ്സപ്പെടുത്തുകയും അവയുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതാണ് നേരത്തെ പറഞ്ഞ പ്രോഗ്രസീവ് ഗ്രാജുവൽ ഡീജനറേഷൻ. അപ്പൊ നാഡീകോശങ്ങൾക്കിടയിലെ ഈ ബീറ്റ അമിലോയിഡ് പ്രോട്ടീൻ അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന പ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറയാം, നമ്മുടെ പല്ലിന്റെ ഇടയിലൊക്കെ നമുക്ക് കാണാം നല്ല കട്ടിയുള്ള ഒരു വെള്ള നിറത്തിലുള്ള സാധനം, അതിനാണ് പ്ലാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വരുന്നവരിൽ അടിഞ്ഞുകൂടുന്ന അതിനെയും പ്ലാക്ക് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ കോശങ്ങളുടെ അകത്തെ ടൗ പ്രോട്ടീൻ അസാധാരണമായിട്ട് കൂടിച്ചേരുന്നതിലൂടെ രൂപപ്പെടുന്ന ന്യൂറോ ഫിബ്രിലറി ടാങ്കിൾസ്, അതായത് ഒരു ബ്ലോക്കേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും ചേർന്ന് നമ്മുടെ നാഡീവ്യൂഹത്തിന്റെ ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുകയും ഒടുവിൽ ന്യൂറോണുകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രോഗകാരണം സാധാരണയായി ലക്ഷണങ്ങൾ പ്രകടമാകുന്ന വർഷങ്ങൾക്ക് മുൻപേ ആരംഭിക്കും. പലപ്പോഴും ഓർമ്മയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗങ്ങളിൽ നിന്നും ആരംഭിച്ച് രോഗം പുരോഗമിക്കുമ്പോൾ മറ്റു ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിക്കുന്നു. ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ, വാർദ്ധക്യം, ജീവിതശൈലി, പരിസ്ഥിതി തുടങ്ങിയ ഘടകങ്ങളുടെ ഫലമായാണ് അൽഷിമേഴ്സ് ഉണ്ടാകുന്നതെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. മിക്ക കേസുകളിലും ഇത് ഒന്നിലധികം ഘടകങ്ങൾ മൂലമാണ്. ഉദാഹരണത്തിന് പ്രായാധിക്യം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഘടകമാണ്. കൂടാതെ ഡിമെൻഷ്യ ഉള്ള ഒരു കുടുംബ പാരമ്പര്യം, വ്യായാമത്തിലുള്ള കുറവ്, അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ തലക്കേറ്റ ഏതെങ്കിലും മുൻപ് കുട്ടിക്കാലം മുതൽ ഏത് പ്രായം വരെയാണെങ്കിലും തലക്കേറ്റ ക്ഷതങ്ങൾ എന്നിവ കാലക്രമേണ സാധ്യത വർദ്ധിപ്പിക്കും. 1% താഴെ കേസുകളിൽ പാരമ്പര്യമായി ലഭിച്ച ചില ജീൻ മ്യൂട്ടേഷനുകൾ അല്ലെങ്കിൽ ചില ജീനുകൾ കാരണം അൽഷിമേഴ്സ് ഉണ്ടാകാം. ഇത് പലപ്പോഴും ചെറുപ്പത്തിൽ തന്നെ രോഗത്തിന് കാരണമാകുന്നു. സാധാരണ നേരത്തെ ഞാൻ പറഞ്ഞു 60-70 വയസ്സിന് മുകളിലാണ്. പക്ഷെ ഇത്തരം കാര്യമുള്ളവർക്ക് 30, അത് ഞാൻ പറയുന്നുണ്ട്. ഇതിനെ ഫാമിലിയൽ അൽഷിമേഴ്സ് എന്നാണ് സാധാരണ നമ്മൾ വിളിച്ചു പോരുന്നത്. അപ്പൊ അൽഷിമേഴ്സിന്റെ ചില പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് പ്രായക്കൂടുതലാണ്. 65 മുതൽ 70 വയസ്സിന് ശേഷം രോഗസാധ്യത ഗണ്യമായി വർദ്ധിക്കുന്നു. അൽഷിമേഴ്സ് വാർദ്ധക്യത്തിന്റെ സാധാരണ ഭാഗമല്ല, എന്നാൽ വാർദ്ധക്യം തലച്ചോറിനെ കൂടുതൽ ദുർബലമാക്കുന്നു. കുടുംബ ചരിത്രം, മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോ മെറ്റേണൽ അങ്കിൾസ്, അമ്മയുടെ ആങ്ങളമാർക്കോ ഏതെങ്കിലും അൽഷിമേഴ്സ് മാത്രമല്ല ഏതെങ്കിലും രീതിയിലുള്ള ന്യൂറോളജിക്കൽ, ന്യൂറോ ഡീജനറേറ്റീവ്, ന്യൂറോ സൈക്കാട്രിക്, ന്യൂറോ കോഗ്നിറ്റീവ്, ന്യൂറോ പാരൻകൈമൽ ഡിസോർഡേഴ്സ്, അതായത് പാർക്കിൻസൺസ്, ഡിമെൻഷ്യ, അൽഷിമേഴ്സ്, മെന്റലി റിട്ടാർഡഡ്, ഇത്തരത്തിലുള്ള എന്ത് അസുഖം ഉണ്ട് എന്നുണ്ടെങ്കിലും
രോഗസാധ്യത കൂടുതലാണ്. ചില ജീൻ വകഭേദങ്ങൾ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. അപൂർവ മ്യൂട്ടേഷനുകൾ ചില കുടുംബങ്ങളിൽ ഫാമിലിയിൽ അൽഷിമേഴ്സ് നേരത്തെ പറഞ്ഞിട്ടുള്ള അത് നേരത്തെയുള്ള തുടക്കത്തിന് കാരണമാകുന്നു. ഇനി ജീവിതശൈലിയും ഹൃദയാരോഗ്യവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യായാമത്തിലെ കുറവ്, പുകവലി, അമിതവണ്ണം, ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ, കൃത്യമായി നിയന്ത്രിക്കാത്ത പ്രമേഹം എന്നിവയെല്ലാം ഡിമെൻഷ്യ സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൃദയത്തിന് നല്ലത്, തലച്ചോറിനും നല്ലതാണ്. അതിനാൽ ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി തലച്ചോറിന്റെ ആരോഗ്യം രക്ഷിക്കാൻ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. മറ്റു ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുൻകാല ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, അത് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ആവാം. ചെറുപ്പത്തിൽ ഒരു ഫിറ്റ്സ് അല്ലെങ്കിൽ അപസ്മാരം, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് കളിക്കുമ്പോൾ തലക്കേൽക്കുന്ന ക്ഷതങ്ങൾ, അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ ടീനേജേഴ്സിലോ അല്ലെങ്കിൽ യൗവനത്തിലോ ഉണ്ടാകുന്ന ഏതെങ്കിലും രീതിയിലുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള ഇഞ്ചുറീസ് ആയിട്ടുള്ള റോഡ് ട്രാഫിക് ആക്സിഡന്റ്, തല എവിടെയെങ്കിലും ശക്തമായി ചെന്നിടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ തലയിൽ എന്തെങ്കിലും വന്ന് ക്ഷതമേൽക്കുക, ഇതൊക്കെ ക്രമേണ 20 30 വർഷം കഴിഞ്ഞാൽ ഒരു രീതിയിൽ ഡിമെൻഷ്യ ആവാനുള്ള അല്ലെങ്കിൽ അൽഷിമേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിട്ടുമാറാത്ത സമ്മർദ്ദം അല്ലെങ്കിൽ വിഷാദം, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സമ്മർദ്ദം, നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നതാണ് സമ്മർദ്ദം. ആ സ്ട്രെസ് ഏതൊക്കെ തരത്തിലുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിനെ മാനേജ് ചെയ്യാം, എന്തൊക്കെയാണ് സ്ട്രെസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പിന്നീട് സെഷന്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്. വിട്ടുമാറാത്ത സമ്മർദ്ദം അല്ലെങ്കിൽ വിഷാദം, കുറഞ്ഞ വൈജ്ഞാനിക ഇടപെടൽ എന്ന് വെച്ചാൽ ഇന്റലക്ട്, അതായത് നമുക്ക് ഇന്റലക്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയൊരു കാര്യം മനസ്സിലാക്കി അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ അവസ്ഥയെയാണ് ഈ വൈജ്ഞാനിക ഇടപെടൽ എന്ന് പറയുന്നത്. പരിസ്ഥിതി മലിനീകരണം, അതായത് വായു മലിനീകരണം പോലെയുള്ള കാര്യങ്ങൾ എന്നിവ ഡിമെൻഷ്യ സാധ്യതയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട്. സ്ത്രീകൾ ശരാശരി കൂടുതൽ കാലം ജീവിക്കുന്നത് കൊണ്ട് അൽഷിമേഴ്സ് രോഗികളിൽ സ്ത്രീകളുടെ അനുപാതം കൂടുതലാണ്. ഇതൊരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഇതിന്റെ കൂടുതൽ നമ്മൾ ഇതൊരു മറ്റൊരു വെബിനാറായിട്ട് ഡോക്ടർ നീതു ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ചുരുക്കത്തിൽ പ്രായവുമായി ബന്ധപ്പെട്ടുള്ള മസ്തിഷ്ക മാറ്റങ്ങൾ, ജീവിതശൈലി, പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവ മിശ്രിതമാണ് അൽഷിമേഴ്സിന് കാരണമാവുന്നത്. അപ്പൊ കാരണങ്ങളെ കുറിച്ച് നന്നായി മനസ്സിലാക്കാനും ഈ മാരകമായിട്ടുള്ള രോഗം തടയാനുമുള്ള വഴികൾ കണ്ടെത്താനും നമ്മൾ സ്ഥിരമായിട്ടുള്ള ഗവേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അൽഷിമേഴ്സ് രോഗത്തിന്റെ വിവിധ വകഭേദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രോഗം ആരംഭിക്കുന്ന പ്രായം, ഏജ് ഓഫ് ഓൺസെറ്റ് അനുസരിച്ചും ജനിതക രീതികൾ അനുസരിച്ചും അൽഷിമേഴ്സ് രോഗത്തെ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. രോഗത്തിന്റെ ആരംഭത്തെ അടിസ്ഥാനമാക്കിയുള്ള രണ്ട് പ്രാഥമികമായിട്ടുള്ള തരംതിരിവുകൾ ഇവയാണ്: ലേറ്റ് ഓൺസെറ്റ് അൽഷിമേഴ്സ് ഡിസീസ് ആൻഡ് ഏർലി ഓൺസെറ്റ് അൽഷിമേഴ്സ് ഡിസീസ്. സോ LOAD, ലേറ്റ് ഓൺസെറ്റ് അൽഷിമേഴ്സ് ഡിസീസ്, ഇതാണ് ഏറ്റവും സാധാരണമായിട്ടുള്ള രൂപം. ഏകദേശം 90% രോഗികളിലും 90% കേസുകളിലും ഈ വിഭാഗത്തിലാണ് ഇത് വരുന്നത്. ഇത് സാധാരണയായി 65 വയസ്സിന് മുകളിലുള്ളവരെയാണ് ബാധിക്കുന്നത്. ഇതിന്റെ കാരണം സ്പൊറാഡിക്, അതായത് പാരമ്പര്യേതരമായി കണക്കാക്കപ്പെടുന്നു. അതായത് ഒരു പ്രത്യേക ജീൻ മ്യൂട്ടേഷൻ അല്ല ഇതിന് കാരണം, മറിച്ച് പകരം വാർദ്ധക്യത്തിന്റെയും മറ്റ് ഘടകങ്ങളുടെയും സംയോജനത്തിന്റെ ഫലമായിട്ടാണ് ഇത് വരുന്നത്. സോ ലേറ്റ് ഓൺസെറ്റ് അൽഷിമേഴ്സ് ഡിസീസ് സാധാരണ വളരെ സാവധാനത്തിലാണ് പുരോഗമിക്കുന്നത്. 60കളുടെ അവസാനത്തിലോ 70കളിലോ ലക്ഷണങ്ങൾ പ്രകടമാവുന്നു. ഇനി അടുത്തത് EOAD, നേരത്തെ ആരംഭിക്കുന്ന അൽഷിമേഴ്സ് രോഗം. ഇത് മൊത്തം കേസുകളുടെ ഒരു ചെറിയ ഭാഗം, 10% താഴെ മാത്രമാണ്. 65 വയസ്സിന് മുൻപ്, ചിലപ്പോൾ 40കളിലോ 50കളിലോ ആണ് നേരത്തെ ആരംഭിക്കുന്ന അൽഷിമേഴ്സ് സംഭവിക്കുന്നത്. ഇത് പലപ്പോഴും വേഗത്തിൽ പുരോഗമിക്കുന്നു. കൂടാതെ അസാധാരണമായിട്ടുള്ള പ്രായം കാരണം തുടക്കത്തിൽ തെറ്റായി രോഗനിർണയം നടത്തപ്പെട്ടേക്കാം. നേരത്തെ ആരംഭിക്കുന്ന കേസുകളിൽ ഒരു ഉപവിഭാഗത്തിന് ശക്തമായ ജനിതക കാരണമുണ്ട്. ഇതിനെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫാമിലിയൽ അൽഷിമേഴ്സ് ഡിസീസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അൽഷിമേഴ്സ് രോഗം മറ്റു തരത്തിലുള്ള ഡിമെൻഷ്യകൾ, വാസ്കുലർ ഡിമെൻഷ്യ, ലെവി ബോഡി ഡിമെൻഷ്യ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വാസ്കുലർ ഡിമെൻഷ്യ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ OP-കളിലൊക്കെ ദിവസം എന്നുള്ള പോലെ കാണുന്നുണ്ട്. ആഫ്റ്റർ കോവിഡ് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കോവിഡ്
വന്നു പോയവർക്കും വാക്സിനേഷൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും ഒക്കെ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഡിമെൻഷ്യ, ഓർമ്മക്കുറവ്, സ്ട്രെസ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ലെവി ബോഡി ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ പാർക്കിൻസൺസ് രോഗവുമായി ബന്ധപ്പെട്ട്, അതായത് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടോർ മൂവ്മെന്റ്സിനെ ബാധിക്കുന്ന, നമ്മുടെ മൂവ്മെന്റിനെ ബാധിക്കുന്ന ഒരു രോഗമാണെങ്കിലും അതിൽ നമ്മുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഇമ്പയർമെന്റ്സ് കൂടെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ പാർക്കിൻസൺ ഡിസീസ് വിത്ത് ലെവി ബോഡി ഡിമെൻഷ്യ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ടിപ്പിക്കൽ ആയിട്ടുള്ള അൽഷിമേഴ്സ് ഡിസീസിന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്. അത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അൽഷിമേഴ്സ് ഒരു പ്രത്യേക രോഗമാണ്. അതേസമയം ഡിമെൻഷ്യ എന്നത് ഒരു വൈജ്ഞാനിക വൈകല്യ ലക്ഷണങ്ങൾക്കുള്ള ഒരു പൊതുപദമാണ്, ഒരു അംബർല ടേമാണ് ശരിക്കും ഡിമെൻഷ്യ. ആ ഡിമെൻഷ്യയിൽ വരുന്ന ഒരു അസുഖം മാത്രമാണ് ശരിക്കും അൽഷിമേഴ്സ്. സോ എല്ലാ പ്രായമായുള്ള ഡിമെൻഷ്യയുടെ പ്രധാന രോഗം അൽഷിമേഴ്സ് തന്നെയാണ്. അൽഷിമേഴ്സ് രോഗത്തിന്റെ ഘട്ടങ്ങൾ പറയുകയാണെങ്കിൽ ചെറിയ ഓർമ്മക്കുറവ് മുതൽ തലച്ചോറിന് ഗുരുതരമായ നാശം സംഭവിക്കുന്നത് വരെ വിവിധ ഘട്ടങ്ങളിലൂടെ അൽഷിമേഴ്സ് രോഗം പുരോഗമിക്കുന്നു. വ്യത്യസ്ത സംവിധാനങ്ങൾ, അതായത് ഇത് മനസ്സിലാക്കാൻ വ്യത്യസ്ത സംവിധാനങ്ങൾ നിലവിലുണ്ടെങ്കിലും ഡോക്ടർമാർ സാധാരണയായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ പലപ്പോഴും ഒരു 3 ഘട്ടങ്ങളായിട്ടാണ് അൽഷിമേഴ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത്. പ്രാരംഭഘട്ടം, മധ്യഘട്ടം, അവസാന ഘട്ടം. സോ ഓരോ ഘട്ടത്തിൻ്റെയും ദൈർഘ്യം തീർച്ചയായിട്ടും വ്യത്യാസപ്പെട്ടേക്കാം. എന്നാൽ രോഗനിർണയത്തിന് ശേഷം സാധാരണയായി 8 മുതൽ 10 വർഷമോ അതിൽ കൂടുതലോ, 10 ഒന്നല്ല, നമ്മൾ കൃത്യമായിട്ടുള്ള പരിചരണം നൽകുകയാണ് എന്നുണ്ടെങ്കിൽ 20-30 വർഷം വരെ വളരെ കൃത്യമായിട്ടുള്ള രോഗി പരിചരണത്തിലൂടെ നമുക്ക് അൽഷിമേഴ്സ് രോഗീനെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുത്തുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രാരംഭഘട്ടത്തിലെ ഒരു വ്യക്തി വലിയ ഒരളവിൽ സ്വതന്ത്രനായി ജോലി ചെയ്യുകയോ വാഹനം ഓടിക്കുകയോ ചെയ്തേക്കാം. അതായത് മറ്റൊരാളുടെ ഒരു ഡിപ്പെൻഡൻസിയും ഇല്ലാതെയുള്ള കാര്യങ്ങൾ ചെയ്യും. എന്നിരുന്നാലും സാധാരണ വാർദ്ധക്യകാല മറവിയേക്കാൾ പതിവായി ഓർമ്മക്കുറവും ആശയക്കുഴപ്പവും അവർ അനുഭവിക്കുന്നു. അവർ സമീപകാല സംഭാഷണങ്ങളോ സംഭവങ്ങളോ മറക്കാം. ശരിയായ വാക്കുകൾ കണ്ടെത്താൻ പാടുപെട്ടേക്കാം. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചില വസ്തുക്കൾ വെച്ച് മറക്കാം. കാറിന്റെ ചാവി എവിടെ വെച്ചെന്ന് ഓർമ്മ ഉണ്ടാവില്ല, മൊബൈൽ ഫോണ്, പേഴ്സ് എവിടെ വെച്ചെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഇതൊക്കെ വളരെ ഏർലി ആയിട്ടുള്ള ഒരു സിംറ്റം ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ജോലികളിൽ ആസൂത്രണം ചെയ്യുന്നതിനോ സംഘടിപ്പിക്കുന്നതിനോ ഉള്ള സൂക്ഷ്മമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അടുത്ത കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഇത്തരം മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞേക്കും. വ്യക്തിത്വം സാധാരണയായി നിലനിൽക്കുമെങ്കിലും വ്യക്തിക്ക് തൻ്റെ മറവിയെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും ഉത്കണ്ഠയോ നിരാശയോ തോന്നുകയും ചെയ്യാം. ഈ ഘട്ടത്തിന് മുൻപായി ചിലപ്പോൾ മിതമായ വൈജ്ഞാനിക വൈകല്യം, ഇന്റലക്ട് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ദൈനംദിന ജീവിതത്തെ കാര്യമായി ബാധിക്കാത്ത, എന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഓർമ്മ, ചിന്താ വൈകല്യങ്ങളുടെ അവസ്ഥയാണ്. എല്ലാ മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റും അൽഷിമേഴ്സിലേക്ക് മാറില്ല. അതായത് ഇത്തരത്തിൽ ചാവി വെച്ച് മറക്കുന്ന ഒന്നും അൽഷിമേഴ്സിലേക്ക് മാറില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. കാരണം അതൊരു സ്ട്രെസ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൈറോയിഡിന്റെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് മൂലമോ ഒക്കെ അങ്ങനെ സംഭവിക്കാം. എന്നാൽ അൽഷിമേഴ്സ് ഡിസീസിന്റെ പാത്തോളജി മൂലമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അത് പ്രാരംഭ രോഗഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അടുത്തത് മധ്യഘട്ടം, അതായത് ഒരു മിഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് പലപ്പോഴും ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടമായിട്ട് നമ്മൾ പേഷ്യൻസിനോട് നമ്മൾ പറയാറുള്ളത്. ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കാം. വൈജ്ഞാനികമായ പ്രവർത്തനപരമായ വൈകല്യങ്ങൾ കൂടുതൽ പ്രകടമാവും. വ്യക്തിക്ക് സങ്കീർണമായ ജോലികൾ ചെയ്യാനും ഒടുവിൽ സഹായമില്ലാതെ അടിസ്ഥാന ദൈനംദിന ജോലികൾ ചെയ്യാനും ബുദ്ധിമുട്ട് നേരിടും. ഓർമ്മക്കുറവ് കൂടുതൽ ഗുരുതരമാവും. അവർ വ്യക്തിപരമായിട്ടുള്ള ചരിത്രം, അവരുടെ ഹിസ്റ്ററി മറന്നേക്കാം, അവരുടെ പാസ്റ്റ് അവർ മറന്നേക്കാം. അടുത്ത കുടുംബാംഗങ്ങൾ തിരിച്ചറിയുന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടാകാം. മറക്കുന്നത് അടുത്ത സ്റ്റേജിലാണ്, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ള സ്ഥലങ്ങൾ സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന പോകുന്ന വഴിതെറ്റിപ്പോവാം, എനിക്ക് ഓർമ്മയില്ല എന്ന് പറയാം. ചില വാക്കുകൾ കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. ചോദ്യങ്ങൾ വീണ്ടും 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 ആവർത്തിച്ച് ചോദിച്ചേക്കാം. പെരുമാറ്റത്തിലും മാനസികാവസ്ഥയിലും മാറ്റങ്ങൾ സാധാരണമാണ്. അപ്പോൾ രോഗികൾ ഒറ്റപ്പെടുകയോ ദേഷ്യപ്പെടുകയോ പ്രകോപിതരാവുകയോ ചെയ്തേക്കാം ഈ മിഡ് സ്റ്റേജിൽ. കൂടാതെ സമയത്തെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ ആശയക്കുഴപ്പം അനുഭവിച്ചേക്കാം. ഇപ്പൊ പകലാണോ രാത്രിയാണോ ഉച്ചയാണോ വൈകിട്ടാണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായേക്കാം. ചിലർക്ക് സംശയങ്ങളോ മിഥ്യാബോധം തെറ്റായിട്ടുള്ള ബോധങ്ങളോ ഉണ്ടാകും. വിവേചന ബുദ്ധി കുറയുമ്പോൾ അനുചിതമായ പെരുമാറ്റമോ തെറ്റായ തീരുമാനങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ മധ്യഘട്ടത്തിൽ ഏകോപനത്തിലെ ബുദ്ധിമുട്ടുകൾ പോലുള്ള ശാരീരിക പ്രശ്നങ്ങൾ കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് അനിയന്ത്രിതമായിട്ടുള്ള
മലമൂത്ര വിസർജനമോ ഉറക്ക തടസ്സങ്ങളോ ഉണ്ടാകാം. ഉറക്കം പ്രാരംഭഘട്ടത്തിലും മധ്യഘട്ടത്തിലും അവസാന ഘട്ടത്തിലും ഒക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഉറക്കത്തിന്റെ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് മധ്യഘട്ടത്തിലാണ്. അപ്പൊ ഈ ഘട്ടത്തിൽ പരിചരിക്കുന്നവർ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഗണ്യമായ പിന്തുണ നൽകേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ പരിചരിക്കുന്നവരുടെ സമ്മർദ്ദം വളരെ ഉയർന്നതായിരിക്കും. അവസാന ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിൽ അൽഷിമേഴ്സ് രോഗം ആഴത്തിൽ കഴിവുകളെ ഇല്ലാതാക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളോട് പ്രതികരിക്കാനും സംഭാഷണം നടത്താനും ഒടുവിൽ ചലനങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ് വ്യക്തികൾക്ക് നഷ്ടപ്പെടുന്നു. ഓർമ്മയും വൈജ്ഞാനിക കഴിവുകളും പൂർണ്ണമായും നശിക്കും. അവർ അടുത്ത പ്രിയപ്പെട്ടവരെ പോലും, സ്വന്തം ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ പേരുകളോ ഒന്നും തിരിച്ചറിഞ്ഞേക്കില്ല. അല്ലെങ്കിൽ സമീപകാലത്തെ അനുഭവങ്ങൾ ഒന്നും ഓർക്കാൻ സാധിക്കില്ല. ആശയവിനിമയം വളരെ പരിമിതമായിരിക്കും. സംസാരം അവർ വളരെ കുറച്ച് വാക്കുകൾ മാത്രം പറയും, അല്ലെങ്കിൽ ഒന്നും സംസാരിച്ചേക്കില്ല. ശാരീരിക പ്രവർത്തനങ്ങൾ വഷളാകുന്നു. അവസാന ഘട്ടത്തിലെ രോഗികൾക്ക് പലപ്പോഴും സഹായമില്ലാതെ നടക്കാനോ എഴുന്നേൽക്കാനോ കഴിയില്ല. ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും കുളിക്കാനും ടോയ്ലറ്റിങ്ങിനും അവർ മറ്റുള്ളവരെ പരിപൂർണമായും ആശ്രയിക്കുന്നു. ഈ ഘട്ടത്തിൽ ആസ്പിറേഷണൽ ന്യൂമോണിയ, ഭക്ഷണം ഇറക്കുമ്പോൾ അത് ചോക്കിംഗ് വഴി ഉണ്ടായി അത് ലങ്സിൽ പോയി ന്യൂമോണിയ ഉണ്ടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അണുബാധകൾ പോലുള്ള സങ്കീർണതകൾ സാധാരണ ന്യൂമോണിയ പോലുള്ള കാരണങ്ങൾ വന്നിട്ട് മരണകാരണങ്ങളാവും. എന്നിരുന്നാലും അവസാന ഘട്ടത്തിൽ പോലും രോഗികൾക്ക് പരിചിതമായ സംഗീതം കേൾക്കുന്നത്, സൗമ്യമായിട്ടുള്ള സ്പർശനം പോലുള്ളവ ആശ്വാസം അനുഭവിക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ അനുകമ്പയുള്ള പരിചരണവും ഹോസ്പിസ് സേവനങ്ങളും ആശ്വാസവും പരമാവധിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എല്ലാ ഘട്ടങ്ങളിലും അൽഷിമേഴ്സ് ഒരു പ്രോഗ്രസീവ് രോഗമാണ്. ലക്ഷണങ്ങൾ ക്രമേണ വഷളാകുന്നു. നേരത്തെയുള്ള രോഗനിർണയവും ഇടപെടലും പരിചരണം ആസൂത്രണം ചെയ്യാനും രോഗലക്ഷണങ്ങളുടെ പ്രോഗ്രഷൻ അല്പം മന്ദഗതിയിലാക്കാനും തീർച്ചയായിട്ടും സഹായിക്കും. എന്നാൽ ആത്യന്തികമായി വ്യക്തി ദീർഘകാലം ജീവിക്കുകയാണെങ്കിൽ രോഗം അവസാന ഘട്ടങ്ങളിലേക്ക് പുരോഗമിക്കും. ഓരോ ഘട്ടത്തിലും ശരിയായ പിന്തുണ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഉദാഹരണത്തിന് പ്രാരംഭ ഘട്ടത്തിലുള്ള വ്യക്തികൾക്ക് മെമ്മറൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ദിനചര്യകൾ നിലനിർത്തുന്ന പ്രയോജനം ചെയ്യും. മധ്യഘട്ട രോഗികൾക്ക് ഘടനാപരമായ, അതായത് വാക്കിംഗ് പോലെയുള്ള ഘടനാപരമായുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം, അവസാനഘട്ട രോഗികൾക്ക് ആശ്വാസത്തെ, അതായത് പാലിയേറ്റീവ് കെയർ സമീപനങ്ങളും ആണ് ചെയ്യേണ്ടത്. ഇനി പരമ്പരാഗത ആധുനിക ചികിത്സയും പരിചരണം, ഇപ്പോൾ നമ്മുടെ മോഡേൺ സയൻസ് അലോപ്പതി എന്ന് പറയുന്ന ഒരു സംഭവം, അതിൽ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഇതൊരു പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ ആണ്. നമ്മുടെ ഫ്രണ്ടോ ടെമ്പറൽ ഏരിയയിൽ ഉള്ള കോശം, നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ് ഫ്രണ്ടോ ടെമ്പറൽ ഏരിയ. ആ ടെമ്പറൽ ഏരിയയിലുള്ള ബ്രെയിൻ സെൽസ് ഗ്രാജ്വലി ഡീജനറേറ്റ് ആകുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ വൈദ്യ പഠനം പറയുന്നത് 30 40 അതിലധികം ഡീജനറേഷൻസ്, അവിടുത്തെ സെൽസിന് ഡീജനറേഷൻ സംഭവിക്കുമ്പോഴാണ് ആദ്യത്തെ ലക്ഷണം കാണുന്നത് എന്നാണ്. അപ്പോൾ അലോപ്പതി മെഡിസിൻസ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സിംറ്റമാറ്റിക്കലി ആണ് ഇത് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അവർ സാധാരണ ഈ മറവിക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോഗ്നിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾക്കോ സൈക്കാട്രി മെഡിസിൻസ് പോലെയുള്ള സംഭവങ്ങളാണ്. പക്ഷേ അത് ആ കണ്ടീഷൻ വഷളാക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ആ 30-40% കോശങ്ങൾ മാത്രമേ അവിടെ നശിച്ചിട്ടുള്ളൂ. പിന്നെയും ഒരു 50-60% കോശങ്ങൾ, നല്ല കോശങ്ങൾ അവിടെ ഉണ്ട്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും ആധുനിക ചികിത്സ, കൺവെൻഷണൽ മെഡിസിൻസ് ഇല്ല. അപ്പോൾ അതൊരു ചെറിയൊരു ന്യൂനതയായിട്ട് തന്നെ നമുക്ക്, എന്നിരുന്നാലും ചില സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഇംപ്രവൈസേഷൻ നമുക്ക് അലോപ്പതി മെഡിസിൻസ് കഴിക്കാറുണ്ട്, അത് കഴിച്ചു പോരുന്നുണ്ട്. അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള ആയുർവേദ വീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായമായ ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ അൽഷിമേഴ്സ് രോഗത്തെ വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട് വൈജ്ഞാനിക പ്രവർത്തനം മോശമാകുന്ന ഒരു തകരാറായി മനസ്സിലാക്കാം. പുരാതനമായിട്ടുള്ള ആയുർവേദ ഗ്രന്ഥങ്ങൾ അൽഷിമേഴ്സ് എന്ന് വ്യക്തമായി പേരിട്ടിട്ടില്ലെങ്കിലും അവ സ്മൃതിനാശം അല്ലെങ്കിൽ സ്മൃതിഭ്രംശം, അതായത് ഓർമ്മക്കുറവ് എന്ന അർത്ഥം വരുന്ന അവസ്ഥകളെ വിവരിക്കുന്നുണ്ട്. ആയുർവേദ പദങ്ങളിൽ വാർദ്ധക്യത്തിലെ അൽഷിമേഴ്സ് പോലുള്ള ഓർമ്മക്കുറവ് പലപ്പോഴും വാദദോഷത്തിന്റെ അസന്തുലിതാവസ്ഥ മൂലമാണ് ഉണ്ടാകുന്നത്. ദോഷത്തിന്റെ അസന്തുലിതാവസ്ഥ, ആയുർവേദം അനുസരിച്ച് ശരീരം 3 ദോഷങ്ങൾ, വാദം, പിത്തം, കഫം നിയന്ത്രിക്കപ്പെടുന്നു. വായുവും ചലനവുമായി ബന്ധപ്പെട്ട വാദം സ്വാഭാവികമായും വാർദ്ധക്യത്തിൽ കൂടുതൽ പ്രബലമാകുന്നു. വാദത്തിന്റെ അമിതമായിട്ടുള്ള ആ ഒരു കാര്യം മനസ്സിനെയും നാഡീവ്യവസ്ഥയെയും അസ്വസ്ഥമാക്കുമെന്ന് പറയപ്പെടുന്നു.
അൽഷിമേഴ്സിൽ ഈ വർദ്ധിച്ച വാദം മാനസിക കഴിവുകളെയും നാഡീപാതകളെയും, അതായത് മനോവഹ സ്രോതസ്സുകൾ എന്നാണ് ഇതിനെ പറയുന്നത്, അഥവാ മനസ്സിന്റെ ചാനലുകൾ, അത് തടസ്സപ്പെടുത്തുമെന്ന് കരുതപ്പെടുന്നു. ഈ മനോവഹ സ്രോതസ്സുകൾ ദുഷിക്കുമ്പോൾ ഓർമ്മയും വൈജ്ഞാനിക പ്രക്രിയയും തകരാറിലാകുന്നു. കൂടാതെ ആയുർവേദം പ്രായത്തിനനുസരിച്ച് ധാതുക്കളുടെ ശോഷണം പരാമർശിക്കുന്നു, പ്രത്യേകിച്ച് മജ്ജാധാതു. ഇത് മജ്ജയും നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മജ്ജയുടെ ഗുണനിലവാരത്തിലെ തകർച്ച ഓജസ്സിന്റെ ബലഹീനതയ്ക്കും മാനസിക മൂർച്ച നഷ്ടപ്പെടുത്തുന്നതിനും ഇടയാക്കും. ചുരുക്കത്തിൽ ആയുർവേദം അൽഷിമേഴ്സ് പോലുള്ള ഡിമെൻഷ്യയെ ഒരു വാർദ്ധക്യകാല ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ ആയിട്ട് കണക്കാക്കുന്നു. ഇവിടെ വാർദ്ധക്യവും, അതായത് ജര എന്ന് പറയുന്ന അവസ്ഥ, വാദത്തിന്റെ വർധനവും സ്മൃതിഭ്രംശത്തിനും ഓർമ്മക്കുറവ്, ബുദ്ധി നഷ്ടത്തിനും കാരണമാകുന്നു. ഇതിൽ തമോ ഗുണത്തിന്റെ വർധനവും ഉൾപ്പെട്ടേക്കാം. ഇത് ഓർമ്മയെയും അവബോധത്തെയും മൂടുന്നു. കൂടാതെ സാധകപിത്തം, ഹൃദയം അല്ലെങ്കിൽ തലച്ചോറിലെ ബുദ്ധിയുമായും വികാരങ്ങളുമായും ബന്ധപ്പെട്ട ഒരു ഉപദോഷമാണ് സാധകപിത്തം. അതിന്റെ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ചെയ്യാം. ആയുർവേദത്തിലെ രോഗനിർണയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആയുർവേദ ഡോക്ടർ രോഗിയുടെ ദോഷ സന്തുലിതാവസ്ഥയും മൊത്തത്തിലുള്ള ആരോഗ്യവും പ്രകൃതി വികൃതി വിലയിരുത്തി വാദ അസന്തുലിതാവസ്ഥയുടെ വ്യാപ്തിയും മറ്റ് സഹായ ഘടകങ്ങളും നിർണ്ണയിക്കും. രോഗിയിൽ ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ വിറയൽ തുടങ്ങിയ ലക്ഷണങ്ങൾ അവർ നിരീക്ഷിച്ചേക്കാം. അവർ രോഗിയുടെ മാനസികാവസ്ഥയും സത്വ രജസ് തമസ് സന്തുലിതാവസ്ഥ, സമ്മർദ്ദത്തിന്റെയോ വൈകാരിക ഘടകങ്ങളുടെയോ ഹിസ്റ്ററി, ചരിത്രവും പരിഗണിക്കും. പ്രധാനമായി തലച്ചോറ് മാത്രമല്ല, ശരീരം, മനസ്സ് എന്നിവയുടെ പൂർണ്ണഘടനയും വിലയിരുത്തപ്പെടുന്നു. ആയുർവേദ ചികിത്സയും സംയോജിത സമീപനവും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അൽഷിമേഴ്സ് പോലുള്ള അവസ്ഥകൾക്ക് ആയുർവേദം ഒരു സമഗ്ര ചികിത്സ വാഗ്ദാനം ചെയ്യുന്നു. ഒരു ഇന്റഗ്രേറ്റഡ് ട്രീറ്റ്മെന്റ് എന്നാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. ഇത് ദോഷങ്ങളെ സന്തുലിതമാക്കുന്നതിലും മനസ്സിനെ പരിപോഷിപ്പിക്കുന്നതിലും രോഗിയുടെ മൊത്തത്തിലുള്ള ചൈതന്യം മെച്ചപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പാശ്ചാത്യ വൈദ്യശാസ്ത്ര അർത്ഥത്തിൽ അൽഷിമേഴ്സിനെ സുഖപ്പെടുത്തുക എന്നല്ല, മറിച്ച് പ്രോഗ്രഷൻ കുറയ്ക്കുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം. സമീപ വർഷങ്ങളിൽ ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളെ നന്നായി കൈകാര്യം ചെയ്യുന്നതിനായി ആയുർവേദ പ്രതിവിധികൾ പരമ്പരാഗത പരിചരണവുമായി സംയോജിപ്പിക്കുന്നതിൽ താല്പര്യം ഒരുപാട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ആയുർവേദ സമീപനത്തിൽ പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്: ആഹാരക്രമവും ജീവിതശൈലിയും, പോഷക സമൃദ്ധവും ചൂടുള്ളതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണക്രമം അഡ്വൈസബിൾ ആണ്. വേവിച്ച പച്ചക്കറികൾ, ധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനം, നമ്മുടെ സ്പൈസസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ചൂടുപാല്, നെയ്യ്, നട്ട്സ്, എള്ളുൽപ്പന്നങ്ങൾ എന്നിവ നല്ലതാണ്. നന്നായി വെള്ളം കുടിക്കേണ്ടത് പ്രധാനമാണ്. ഇഞ്ചി, ജീരകം, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ ദഹനവും രക്തചംക്രമണവും മെച്ചപ്പെടുത്തും. അതേസമയം അമിതമായി എരിവുള്ളതോ കയ്പുള്ളതോ ചവർപ്പുള്ളതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്താനും ആയുർവേദം അനുശാസിക്കുന്നു. ജീവിതശൈലി, ദിനചര്യ വളരെ പ്രധാനമാണ്. കൃത്യമായി ഉണരുക, കൃത്യമായി ഭക്ഷണം കഴിക്കുക, കൃത്യമായി ഉറങ്ങുക, കൃത്യമായി എക്സസൈസ് ചെയ്യുക, എന്തെങ്കിലും ഔഷധങ്ങൾ സേവിക്കുന്നതിന് കൃത്യമായി ഒരു പതിവ് സമയങ്ങൾ പാലിക്കുന്നത് നാഡീവ്യവസ്ഥയെ സ്ഥിരപ്പെടുത്തും. മതിയായ ഉറക്കം വളരെ നിർണായകമാണ്. സമ്മർദ്ദം, സ്ട്രെസ്, സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് പ്രധാനമാണ്. ധ്യാനം, പ്രാണായാമം, യോഗ തുടങ്ങിയ പരിശീലനങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും മനസ്സിന്റെ സാത്വിക ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. ചെറു ചൂടുള്ള എണ്ണയോ ഔഷധത്തിന്റെ എണ്ണയോ ഉപയോഗിച്ച് ദിവസേന സൗമ്യമായിട്ടുള്ള മസാജ്, നമ്മുടെ തലയിൽ സൗമ്യമായിട്ടുള്ള ഒരു മസാജ് നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുവാനും തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കും. ചുരുക്കത്തിൽ സ്ഥിരതയുള്ള, ചിട്ടയായ, ശാന്തമായ ജീവിതശൈലി ആയുർവേദ ചികിത്സയുടെ അടിത്തറയാണ്. മേധ്യരസായനങ്ങൾ, നമ്മുടെ ബ്രെയിൻ ടോണിക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആയുർവേദത്തിൽ മേധ്യരസായനം എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം പ്രതിവിധികൾ ഉണ്ട്. ഓർമ്മയും ബുദ്ധിയും വർദ്ധിപ്പിക്കുന്നതിന് പേരുകേട്ട ഹെർബൽ ഐറ്റംസ് ആണത്. ഈ സസ്യങ്ങൾ പലതും ആധുനിക പഠനങ്ങളിൽ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റുകൾക്കായി ഗവേഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഹെർബൽ എന്ന് പറയുന്നത് ബ്രഹ്മിയാണ്. ബേക്കോപ്പ മുനേറി എന്ന സയന്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന ബ്രഹ്മി. നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിക്കുന്ന ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന സസ്യമാണ് ബ്രഹ്മി. വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഉത്കണ്ഠ കുറയ്ക്കാനും
അതായത് ആങ്സൈറ്റി കുറയ്ക്കാനും ബ്രഹ്മി വളരെ ഹെൽപ്ഫുൾ ആണ്. കൂടാതെ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഏജന്റ് ആയിട്ട് പോലും ബ്രഹ്മീനെ അറിയപ്പെടുന്നുണ്ട്. ഡിമെൻഷ്യ അവസ്ഥകൾക്ക് ഇത് വളരെ പ്രയോജനകരമാണ്. ഇത് ശ്രദ്ധ, ഓർമ്മ, മാനസികാവസ്ഥ എന്നിവ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ മസ്തിഷ്ക കോശങ്ങളെ സംരക്ഷിക്കുന്ന ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ, ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനെയും, ഏതൊരു ഹെർബിനെയും, ഏതൊരു ഔഷധത്തിനെയും, ഏതൊരു ആഹാര സാധനത്തിനെയും ആന്റി ഓക്സിഡന്റ് എന്നാണ് പറയുന്നത്. അടുത്തത് അശ്വഗന്ധ, ഇന്ത്യൻ വിന്റർ ചെറി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ആന്റി സ്ട്രെസ് സസ്യമാണ് അശ്വഗന്ധ. ഇത് ഉത്കണ്ഠ കുറയ്ക്കാനും ഉറക്കം മെച്ചപ്പെടുത്താൻ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഡേഷൻ അല്ലാതെ വളരെ ഡീപ്പ് സ്ലീപ്പ്, ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാൻ അശ്വഗന്ധ വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ഒരു ഊർജം, നമ്മുടെ ഹെൽത്ത്, ജനറൽ ഹെൽത്ത് എന്ന് പറയുന്ന സംഭവം വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും ഇത് സഹായിക്കും. ഇതെല്ലാം അൽഷിമേഴ്സ് രോഗികൾക്ക് പ്രയോജനം ചെയ്യും. അടുത്ത് മഞ്ഞൾ, നമ്മൾ കോമൺലി നമ്മുടെ ഭക്ഷണത്തിലെല്ലാം ഉപയോഗിക്കുന്ന ഹരിദ്ര, അതേപോലെ കുർക്കുമ ലോങ്ക എന്ന് പറയുന്ന സംഭവം. മഞ്ഞളിലെ സജീവ ഏറ്റവും ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുർക്കുമിൻ വളരെ ശക്തമായിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് എഫക്റ്റുകൾ ഉണ്ട്. അതും വളരെ നല്ലതാണ്. അടുത്ത് ശംഖുപുഷ്പം, നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന ശംഖുപുഷ്പം മസ്തിഷ്ക ടോണിക്, ബ്രെയിൻ ടോണിക് എന്ന് പ്രശംസിക്കപ്പെടുന്ന ഒരു പരമ്പരാഗത സസ്യമാണ് ഈ പറയുന്ന ശംഖുപുഷ്പം. നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഞരമ്പുകളെ, നമ്മുടെ നാഡികളെയും ഞരമ്പുകളെയും ശാന്തമാക്കാനും ഇത് ഉപയോഗിക്കുന്നു. അൽഷിമേഴ്സ് രോഗികൾ പാടുപെടുന്ന ഏറ്റവും ബുദ്ധിമുട്ടുന്ന സമീപകാല സംഭവങ്ങൾ, ഷോർട്ട് ടേം മെമ്മറി, ഇത് ഓർത്തെടുക്കാൻ സഹായിക്കുന്നത് ഏറ്റവും നല്ല ഒരു ഹേർബാണ് ഈ പറയുന്ന ശംഖുപുഷ്പി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് ഹെർബ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആധുനിക ഗവേഷണങ്ങൾ ഈ ഹെർബൽ പ്രതിവിധികൾ പലതിനെയും അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ആയുർവേദ സസ്യങ്ങളായിട്ടുള്ള ആന്റി ഓക്സിഡന്റ്, ആന്റി അമിലോയിഡ്, ന്യൂറോ പ്രൊട്ടക്റ്റീവ്, ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളാൽ സമ്പന്നമാണെന്ന് പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട്. ഇന്ന് ലോകമെമ്പാടും അശ്വഗന്ധയും, ബ്രഹ്മിയും, ത്രിബലിയും, ശംഖുപുഷ്പിയും എല്ലാം നമുക്ക് ടാബ്ലറ്റ് ആയിട്ടും ക്യാപ്സ്യൂളായിട്ടും നമുക്ക് സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും ഓൺലൈനായിട്ട് എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആണ്. തലച്ചോറിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുക, പുതിയ മസ്തിഷ്ക കോശങ്ങളുടെ ന്യൂറോജെനിസിസ്, കോശങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലൂടെ അവ നാഡീരോഗത്തെ, ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിച്ചേക്കാം. അടുത്തത് ആയുർവേദ തെറാപ്പീസും പഞ്ചകർമ്മ ചികിത്സയാണ്. ആയുർവേദത്തിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ, ക്രോണിക് ഡിസീസസ്, അടിഞ്ഞുകൂടിയിട്ടുള്ള ടോക്സിൻസ്, ആമം എന്ന് പറയുന്ന സംഭവത്തിന് ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സാണ് നമ്മൾ പഞ്ചകർമ്മം എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനും ദോഷങ്ങളെ സന്തുലിതമാക്കുന്നതിനും പ്രധാനമാണ്. പക്ഷെ ടിപ്പിക്കലായിട്ടുള്ള പഞ്ചകർമ്മം, ആ 5 കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ചില ആയുർവേദ തെറാപ്പീസ് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ അഭ്യംഗം പോലെ, സ്നേഹനം, സ്വേദനം പോലെയുള്ള തെറാപ്പീസ് നമ്മൾ, അതിന് ശേഷമാണ് നമ്മൾ പഞ്ചകർമ്മങ്ങൾ ചെയ്യാറുള്ളത്. അൽഷിമേഴ്സ് രോഗികൾക്ക് അവരിൽ ഭൂരിഭാഗം പ്രായമായിട്ടുള്ളവരായിരിക്കും. സൗമ്യവും പരിഷ്കരിച്ചതുമായിട്ടുള്ള പഞ്ചകർമ്മം അതായത് ഒന്ന് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആസിറ്റീസ് ഉപയോഗിക്കാതെ തന്നെ, കാരണം അത് രോഗിയുടെ സത്വബലം അനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് നാഡീവ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്ന ചികിത്സകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും കൂടിയുണ്ട്. അതിൽ ശിരോധാര, തലപൊതിച്ചില്, അതേപോലെ തന്നെ നസ്യം, അഭ്യംഗം, വസ്തി, മെഡിക്കേറ്റഡ് എനിമ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റാണ് അൽഷിമേഴ്സിന്. അൽഷിമേഴ്സിൽ ഓർമ്മക്കുറവിന്റെ രോഗം മാത്രമല്ല, അത് വ്യക്തിത്വത്തെയും വികാരങ്ങളെയും ബന്ധങ്ങളെയും സ്പർശിക്കുന്ന, ജീവിതത്തെ ആഴത്തിൽ മാറ്റിമറിക്കുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെയൊരു രോഗത്തോട് പോരാടുമ്പോൾ ആയുർവേദം നൽകുന്നത് മരുന്ന് മാത്രമല്ല, ഒരു സമഗ്രമായ, ഹൃദയസ്പർശിയായ, മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണമാണ് അൽഷിമേഴ്സിൽ ആവശ്യം. ആയുർവേദം രോഗിയെ രോഗനാമം, അതായത് അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു പേര് കൊണ്ട് അല്ല കാണുന്നത്, അവർ ജീവിക്കുന്ന ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരേ താളത്തിൽ പരിചരിക്കുന്ന ശാസ്ത്രമാണ്. അതാണ് നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് വെൽ ബീയിങ് എന്ന് പറയുന്നത്. അൽഷിമേഴ്സിൽ കാണുന്ന ഓർമ്മ കുറവ്, വികാര വ്യതിയാനം, ഉറക്കക്കുറവ്, പെരുമാറ്റങ്ങൾ, ഇവയെല്ലാം ഒരുമിച്ചാണ് ആയുർവേദം സമീപിക്കുന്നത്. അപ്പോൾ രോഗിയുടെ പ്രകൃതി, വയസ്സ്, അസന്തുലിതാവസ്ഥ, ജീവിത രീതി ഇവയെ അടിസ്ഥാനമാക്കി ഓരോരുത്തർക്കും വ്യത്യസ്ത ദിനചര്യകളും, ധ്യാനം, യോഗ, ശിരോഭ്യംഗം തുടങ്ങിയ ലളിതമായിട്ടുള്ള ചികിത്സകൾ രോഗിക്ക് മാത്രമല്ല കെയർ ഗിവേഴ്സിനെ പോലും ആശ്വസിപ്പിക്കുന്നതാണ്. ആധുനിക ചികിത്സ ലക്ഷണങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ആയുർവേദം ശരീരത്തിന്റെ മൂലശക്തിയെ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ദഹനം മെച്ചപ്പെടുത്തുക,
കരളിൻ്റെ ശുദ്ധീകരണം, വാതശമനം, മജ്ജാധാതുവിൻ്റെ പോഷണം ഇവയൊക്കെ അൽഷിമേഴ്സിന് പിന്നിലെ അപചയ പ്രക്രിയയെ നേരിടുന്നവയാണ്. ആയുർവേദത്തിലെ രസായന ചികിത്സകൾ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്താലും ശമനം, ശോധനം, രസായനം ഇങ്ങനെ 3 ഘടകങ്ങളിലാണ് നമ്മൾ ചികിത്സ പറയുന്നത്. അപ്പോൾ അതിൽ രസായന ചികിത്സ, അതായത് ശമനവും ശോധനവും കഴിഞ്ഞതിന് ശേഷമാണ് രസായന ചികിത്സ. ബ്രഹ്മി, അശ്വഗന്ധ പോലെ മധ്യവയസ്സിൽ ആരംഭിക്കുമ്പോൾ തന്നെ വാർദ്ധക്യത്തിലെ ബുദ്ധി വൈകല്യം മന്ദഗതിയിലാക്കാൻ കഴിയാമെന്നത് വർഷങ്ങളായി ഈ ശാസ്ത്രം പഠിപ്പിച്ചുള്ള സത്യമാണ്. ഇപ്പോഴാണ് ആധുനിക ശാസ്ത്രം അത് തിരിച്ചറിയുന്നത് എന്ന് മാത്രം. അപ്പോൾ ആയുർവേദ ഔഷധങ്ങൾ സാധാരണ ശരീരത്തിന് സൗമ്യമായിട്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ബ്രഹ്മി, ജടാമാഞ്ചി, അശ്വഗന്ധ തുടങ്ങി പല സസ്യങ്ങളും സെഡേഷൻ, അതായത് മയക്കമില്ലാതെ, ആശ്രയത്വമില്ലാതെ മനസ്സിനെ ശാന്തമാക്കുവാനും ഉറക്കം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മരുന്നുകളുടെ എണ്ണം കൂടുതലാകുന്ന പ്രായമായ രോഗികളിൽ ഇത് വലിയൊരു അനുഗ്രഹമാണ്. സൈഡ് എഫക്റ്റ് കുറയുന്നു, ശരീരത്തിൻ്റെ മനസ്സിനെയും ഉണർവ് വർദ്ധിക്കുന്നു, ആവശ്യമില്ലാത്ത ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ ആയുർവേദം അൽഷിമേഴ്സിനെ പരിപൂർണമായിട്ട് മാറ്റില്ലെങ്കിലും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും. കെയർ ടേക്കേഴ്സ് പലപ്പോഴും പറയുന്നത് അവർ ഇന്നലത്തേക്കാൾ കൂടുതൽ നന്നായിരിക്കുന്നു, സമാധാനത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ആയുർവേദത്തിൻ്റെ യഥാർത്ഥ വിജയം. ആയുർവേദ സസ്യങ്ങളുടെ ന്യൂറോ പ്രൊട്ടക്റ്റീവ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് ഫലങ്ങളെക്കുറിച്ച് ഇന്ന് അനവധി ശാസ്ത്രീയ പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് നിയന്ത്രിക്കുന്നതിലും ചില ആയുർവേദ ഘടകങ്ങൾ സിന്തറ്റിക് മരുന്നുകളേക്കാൾ മെച്ചമായി പ്രവർത്തിക്കാമെന്ന് പഠനങ്ങൾ സൂചന നൽകുന്നു. ഇവയെല്ലാം പറയുന്നത് ഒറ്റ വാക്കിൽ ആയുർവേദം വിഷ്ഫുൾ തിങ്കിങ് അല്ല, അത് ഒരു റിയൽ എവിഡൻസ് സപ്പോർട്ടഡ് മെയിൻ സ്ട്രീം സിസ്റ്റമാണ്. ആദ്യത്തെ സെഷനിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. ഇനി അടുത്തത് ഡോക്ടർ നീതു എസ്. കെയർ ഗിവേഴ്സ് അല്ലെങ്കിൽ അൽഷിമേഴ്സിൽ കെയർ ടേക്കിംഗ് കെയർ ഗിവേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് പറയും. അതിനുശേഷം നമ്മുടെ സൈക്കോളജിസ്റ്റ് നിങ്ങളോട് സംസാരിക്കും. അതിനുശേഷം ഏറ്റവും അവസാനത്തെ സെഷനിൽ സ്ട്രെസ് എന്താണെന്നും, അതായത് അൽഷിമേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ഒരു ജനിച്ച് വീണ കുട്ടിക്ക് മുതൽ സ്ട്രെസ് ഉണ്ട്. ഏതൊക്കെ തരത്തിൽ സ്ട്രെസ് ഉണ്ട്, എന്തൊക്കെയാണ് സ്ട്രെസ്സിൻ്റെ വകഭേദങ്ങൾ, ഓരോ സ്ട്രെസ്സും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ആ ഓരോ സ്ട്രെസ്സുകൾ മാനേജ് ചെയ്തിട്ട് അതെങ്ങനെ അഡ്വാൻസ് ചെയ്യും, പ്രോഗ്രസ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് അവസാനത്തെ സെഷനിൽ ഞാൻ സംസാരിക്കും. ഓവർ ടു യു ഡോക്ടർ നീതു. താങ്ക് യു വെരി മച്ച്. നന്ദി ഡോക്ടർ വിജിത്ത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ? ഓഡിബിൾ ആണ്. ഓക്കെ. അൽഷിമേഴ്സ് പോലുള്ള ഡിമെൻഷ്യ രോഗികളെ പരിചരിക്കുന്നത് പലപ്പോഴും വലിയ വെല്ലുവിളികളാണ്. പ്രത്യേകിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം തന്നെ നിരസിക്കുമ്പോൾ അത് കുടുംബാംഗങ്ങൾക്കും കെയർ ഗിവർമാർക്കും ഒക്കെ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കാറുണ്ട്. പല അൽഷിമേഴ്സ് രോഗികൾക്കും തങ്ങളുടെ ബുദ്ധിശേഷിയിലെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇതിനെ അനസോഗ്നോസിയ എന്നാണ് പറയാറുള്ളത്. ഇന്ന് അൽഷിമേഴ്സ് രോഗികളുമായിട്ട് ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയം എങ്ങനെ നടത്താം, പൊതുവായ പരിചരണ മാർഗങ്ങൾ എന്തൊക്കെയാണ്, കൂടാതെ കുടുംബവും കെയർ ഗിവർമാരും നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അൽഷിമേഴ്സ് രോഗത്തിന്റെ വ്യാപനം, അത് ഡോക്ടർ വിജിത്ത് മുന്നേ പറഞ്ഞു. ഇക്കാലത്ത് ജനസംഖ്യ ആയുസ്സും വർദ്ധിക്കുന്നതിനാല് ഭാവിയില് അൽഷിമേഴ്സ് രോഗികളുടെ എണ്ണം വേഗത്തിൽ ഉയരുമെന്നാണ് വിദഗ്ധര് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അതിനാല് നേഴ്സുമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും കൂടുതലായിട്ട് ഈ അൽഷിമേഴ്സ് രോഗികളായിട്ട് ഇടപെടേണ്ടി വരുന്നു. ആദ്യം തന്നെ നമുക്ക് അൽഷിമേഴ്സ് രോഗത്തിനുള്ള പരിചരണ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പരിചരണ രീതികൾ രോഗിയുടെ ലക്ഷണങ്ങളുടെ തീവ്രതയും കുടുംബത്തിന്റെ സാഹചര്യം അനുസരിച്ചിട്ടാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻ ഹോം കെയർ, അതായത് വീട്ടിൽ തന്നെ കൊടുക്കാവുന്ന പരിചരണം. രോഗിക്ക് പരിചിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെ പരിചരണം ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഗുണം. ഇതില് കുടുംബാംഗങ്ങള്, സുഹൃത്തുക്കള്, വീട്ടിൽ സഹായിക്കുന്ന മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവര് ചേർന്ന് ഉത്തരവാദിത്തം പങ്കിടാവുന്നതാണ്. ഇതിലൂടെ കുടുംബങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തേതായിട്ടുള്ളത് അഡൽട്ട് ഡേ സെന്റേഴ്സ് എന്നുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കെയർ ഗിവർമാർക്ക് ജോലി അല്ലെങ്കിൽ മറ്റു ഉത്തരവാദിത്തങ്ങൾ കാരണം ദിവസത്തിൽ മുഴുവൻ സമയം രോഗിക്ക് പരിചരണം നൽകാൻ കഴിയണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിലാണ് ഈ അഡൽട്ട് ഡേ സെന്റേഴ്സ് രോഗിക്ക്
സുരക്ഷിതത്വവും സജീവമായിട്ടുള്ള ഒരു അന്തരീക്ഷം നൽകുന്നത്. മൂന്നാമത്തത് ലോങ് ടേം കെയർ, അതായത് ഒരു ദീർഘകാല പരിചരണം ചില രോഗികളിൽ, അതായത് ഈ രോഗം പുരോഗമിക്കുമ്പോൾ അത് ആവശ്യമായിട്ട് വരും. അപ്പൊ നമുക്ക് നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ അസിസ്റ്റഡ് ലിവിംഗ് കമ്മ്യൂണിറ്റി പോലുള്ള കാര്യങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കും. ഇവിടങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 24 hours നമുക്ക് പരിചരണം ലഭിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു സഹായം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് കാര്യമായിട്ടുള്ളത്. നാലാമത്തത് റെസ്പൈറ്റ് കെയർ എന്നുള്ളത്, അതായത് ഈ ഇപ്പൊ അൾഷിമേഴ്സ് രോഗികൾക്ക് കെയർ കിട്ടുന്നത് പോലെ അവരുടെ കെയർ ഗിവർമാർക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വിശ്രമം നൽകുന്ന ഒരു പരിചരണ രീതിയാണ് ഈ റെസ്പൈറ്റ് കെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ കാലയളവ് വ്യത്യാസപ്പെടാം. ചിലവർക്ക് അത് 1-2 ദിവസം മതിയാവും, ചിലവർക്ക് അത് ആഴ്ചകളോളം വേണ്ടി വരും. ഇതിലൂടെ നമുക്ക് കെയർ ഗിവർമാർക്ക് ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു വിശ്രമം നൽകാൻ നമുക്ക് സാധിക്കും. അഞ്ചാമത്തായിട്ട് പറയുന്നതാണ് ഹോസ്പൈസ് കെയർ എന്ന് പറയുന്നത്. അതായത് രോഗിയുടെ ഈ അവസ്ഥയുടെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുമ്പോൾ നൽകുന്ന പരിചരണമാണ് ഈ ഹോസ്പൈസ് കെയറിൽ വരുന്നത്. അത് നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ മുന്നേ സൂചിപ്പിച്ച ദീർഘകാല പരിചരണ കേന്ദ്രത്തിലോ നമുക്ക് നടത്താവുന്നതാണ്. അത് രോഗിയുടെ ഈ അവസാന ഘട്ടത്തിൽ അവർക്കത് കൂടുതൽ ആശ്വാസവും കരുതലും നൽകാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണമായിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് അൾഷിമേഴ്സ് രോഗികളുമായിട്ട് ബന്ധപ്പെട്ട കെയർ ഗിവർമാർക്കുള്ള കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തേതായിട്ടുള്ളത് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്, നമ്മൾ സ്വയം പഠിക്കുക എന്നുള്ളത്. അതില് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിലൂടെ രോഗിയുമായിട്ടുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താനും അവരുടെ പെരുമാറ്റത്തിലുള്ള മാറ്റം സാധിക്കും. അതുപോലെ ഇവർക്കുള്ള മെഡിക്കൽ അപ്പോയിന്റ്മെന്റുകളിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് അത് ചോദിച്ച് കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത് സെറ്റ് എ ഡെയിലി റൂട്ടീൻ, അതായത് ദിനചര്യ ക്രമീകരിക്കുക എന്നുള്ളത്. അതായത് ലളിതമായിട്ടുള്ള കുറച്ച് ദിനചര്യ രോഗിക്ക് നമ്മുടെ ഈ ഷോർട്ട് ടൈം മെമ്മറി ലോസിനെ കൈകാര്യം ചെയ്യാൻ വളരെയധികം സഹായിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുളിക്കുന്ന സമയം, വസ്ത്രധാരണം അല്ലെങ്കിൽ ഭക്ഷണം, ഇവ ഓരോ ദിവസവും ഒരേ സമയത്ത് നടത്തുകയാണെങ്കിൽ ഈ ഷോർട്ട് ടൈം മെമ്മറി ലോസിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് കീപ് ദം ഫിസിക്കലി ആക്റ്റീവ്, അവരെ ശാരീരികമായിട്ട് ആക്റ്റീവ് ആക്കി വെക്കുക എന്നുള്ളത്. അതായത് വ്യായാമം ഒക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത് അവരുടെ ബുദ്ധിശേഷി കുറയുന്ന മാറ്റങ്ങളെ മന്ദഗതിയിലാക്കാൻ അത് സഹായിക്കും. അതുപോലെ പേശികള്, സന്ധികള്, ഹൃദയം ഇവയുടെയൊക്കെ ആരോഗ്യം നിലനിർത്താൻ ഇത് സഹായിക്കും. രോഗിയുടെ മനോഭാവം ഇതുമൂലം മെച്ചപ്പെടുന്നത് കൊണ്ട് കെയർ ഗീവറുടെ മനോഭാവം കൂടെ മെച്ചപ്പെടാൻ ഇത് സഹായിക്കും. നാലാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കീപ് ദം മെന്റലി ആക്റ്റീവ്. നമ്മളിപ്പോ ഫിസിക്കലി ആണ് പറഞ്ഞത്, ഇനി മെന്റലി എങ്ങനെയൊക്കെ നമുക്ക് ആക്റ്റീവ് ആക്കാം എന്നുള്ളതാണ്. ഈ മെന്റലി ആക്റ്റീവ് ആയാൽ കോഗ്നിറ്റീവ് ഡിക്ലൈന് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. അതായത് സാധ്യമായെടുത്ത് രോഗികളെ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുക. അവർ കുളിക്കുന്നത് അല്ലെങ്കിൽ പല്ല് തേക്കുന്നത് പോലുള്ളത് സ്വയം ചെയ്യിപ്പിക്കുക. അതേപോലെ വായന, പസിൽ, സൂഡോക്കു, ചെസ് പോലുള്ള കാര്യങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റ് പ്രമോട്ട് ന്യൂട്രീഷ്യസ് ഈറ്റിംഗ്, അതായത് പോഷകാഹാരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. അതായത് രോഗിയുടെ ഭക്ഷണത്തിൽ അവർക്ക് സാധാരണഗതിയിൽ അവർക്ക് ഈ ഭക്ഷണം കഴിക്കാൻ താല്പര്യം വളരെ കുറവായിരിക്കും. പക്ഷെ സമീകൃതമായിട്ടുള്ള ഒരു പോഷകാഹാരമാണ് അവർക്ക് നൽകേണ്ടതായിട്ടുള്ളത്. ഇത് അവരുടെ കോഗ്നിറ്റീവ് ചേഞ്ചസ് മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നുണ്ട്. നമുക്കതിൽ ഉൾപ്പെടുത്താവുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ടതായിട്ടുള്ള മെയിൻ അതിൽ വരുന്നത് റെഡ് മീറ്റ്, ബീഫ് പോലുള്ളത് ഒഴിവാക്കുക. പഞ്ചസാരയുടെ ഉപയോഗം വളരെ കുറയ്ക്കുക. അതുപോലെ സ്പൈസി ആൻഡ് സോൾട്ടി ഫ്രൈഡ് ഐറ്റംസ് ഭക്ഷണത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ആറാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ചോയ്സസ്. അതായത് അൾഷിമേഴ്സ് രോഗികൾക്ക് പലപ്പോഴും തങ്ങൾക്ക് ആവശ്യമായത് നേരിട്ട് ചോദിക്കാനുള്ള ഒരു കഴിവുണ്ടാവണമെന്നില്ല. എന്നാൽ നമ്മൾ ലളിതമായിട്ടുള്ള ചോയ്സസ് അവർക്ക് നൽകുമ്പോൾ അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയും. ഇതിലൂടെ രോഗിക്ക് സ്വാതന്ത്ര്യബോധം നിലനിർത്താനും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ 2 വസ്ത്രങ്ങൾ ഒന്നിനെ തിരഞ്ഞെടുക്കാൻ അനുവദിക്കുക. ഒരു ബ്ലൂ ഷർട്ടും ഒരു വൈറ്റ് ഷർട്ടും വെക്കുക. അത് അവരോട് സെലക്ട് ചെയ്യാൻ പറയുക. അതേപോലെ ഭക്ഷണത്തിൽ ചെറിയ ചോയ്സസ്, അതായത് പാസ്ത അല്ലെങ്കിൽ അരി വെക്കുക അല്ലെങ്കിൽ ചായ, കാപ്പി, ഇതിലേതെങ്കിലും അവരെ തിരഞ്ഞെടുക്കാനായിട്ട് സഹായിക്കാം.
അതുപോലെ തന്നെ അവര് ഇരിപ്പിടം തിരഞ്ഞെടുക്കാൻ, അതായത് അകത്തിരിക്കണോ പുറത്തിരിക്കണോ എന്നുള്ള ഒരു ചോയ്സ് അവർക്ക് കൊടുക്കുക. അതുപോലെ വിനോദകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് സംഗീതം കേൾക്കും, ഒന്നുകിൽ മ്യൂസിക് കേൾക്കാനായിരിക്കും ചിലപ്പോൾ അവർക്ക് താല്പര്യം, അല്ലെങ്കിൽ പുസ്തകം വായിക്കാനായിരിക്കും. അത് അവരോട് തന്നെ ആ ഒരു ചോയ്സ് തിരഞ്ഞെടുക്കാനായിട്ട് പറയുക. 7ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ട് ഗുഡ് ഹൈജീൻ എന്നുള്ളത്. അതായത് സ്വയം വില കുറയുന്ന ഒരു തോന്നല് സാധാരണഗതിയിൽ രോഗിയുടെ മനോഭാവത്തെ പ്രതികൂലമായിട്ട് ബാധിച്ച് കാണാറുണ്ട്. നമുക്ക് ശുചിത്വം നിലനിർത്തുന്നത് രോഗിയുടെ ആത്മവിശ്വാസം, അതേപോലെ തന്നെ സന്തോഷം, മാനസിക ആരോഗ്യം ഇവയൊക്കെ നൽകാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അതിൽ അവരെ സഹായിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസേന ഉള്ള കുളിക്കല്, പല്ല് തേക്കല്, മുടി ചീകല്, അതുപോലെ ഡ്രസ്സ് ധരിക്കുന്നത്, കൈകാലുകൾ ശുചിയായിട്ട് സൂക്ഷിക്കുന്നത്, നഖം വൃത്തിയായിട്ട് വെട്ടിവെക്കുന്നത്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ രോഗിക്ക് സ്വന്തം രൂപത്തെക്കുറിച്ച് സന്തോഷം ഉണ്ടാകുമ്പോൾ അവരുടെ ഒരു മനോഭാവത്തിന് തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ ശുചിത്വം പാലിക്കുന്നത് കൊണ്ട് ഇൻഫെക്ഷൻസോ മറ്റ് സ്കിൻ ഇഷ്യൂസോ ഒക്കെ ഒഴിവാക്കാൻ അത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ രോഗിയെ സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അതായത് മുടി ചീവാൻ പറ്റുന്നത്, തെരഞ്ഞെടുക്കുന്നതിൽ, ഇതിലൊക്കെ അവരെ പങ്കെടുപ്പിക്കുക. ഇത് അവരുടെ സ്വാതന്ത്ര്യ ബോധം നിലനിർത്താൻ ഇത് സഹായിക്കുന്നതായിരിക്കും. 8ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി പേഷ്യന്റ്. അതായത് അവരോട് നമുക്കൊരു ക്ഷമയോടുകൂടി വേണം അവരോട് കാര്യങ്ങൾ സമീപിക്കാൻ എന്നുള്ളത്. അതിൽ ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഷിമേഴ്സ് രോഗികൾക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ, അതായത് കുളിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, വസ്ത്രധാരണം, ഇവ സാധാരണയേക്കാൾ കൂടുതൽ സമയം അവർക്ക് എടുക്കും അല്ലെങ്കിൽ ഉള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ ഗിവർമാരത് ക്ഷമയോടെ വേണം സമീപിക്കേണ്ടത്. നിരാശയോടെ രോഗിയുടെ വേഗതയ്ക്കനുസരിച്ച് വേണം അത് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ. അതേപോലെ തന്നെ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തത് രോഗിക്ക് ഭയങ്കരമായിട്ട് ഒരു വേദന ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ നാണക്കേട് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അവരുടെ ആത്മാഭിമാനം നിലനിർത്താനും കൂടെ അവരെ സഹായിക്കണം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സുരക്ഷിതമാണെങ്കിൽ രോഗിയെ സ്വയം കുളിക്കാൻ അനുവദിക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ രോഗിക്ക് അവരുടേതായിട്ടുള്ള ഒരു സമയം കൊടുക്കുക. അതായത് നമ്മൾ വേഗം കഴിക്കുക എന്നുള്ള ഒരു സമ്മർദ്ദം അവർക്ക് കൊടുക്കാതിരിക്കുക. ചെറിയ വിജയങ്ങൾ പോലും പ്രശംസിക്കുക. അതായത് അവരൊരു സ്പൂൺ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ അവരെ ഒന്ന് പ്രശംസിക്കുക. അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുമ്പോൾ ചെറിയൊരു സഹായം, അതായത് നമ്മൾ ഷർട്ട് ഇടുകയാണെങ്കിൽ ഒന്ന് ഷർട്ട് ഇട്ട് കൊടുക്കാൻ മാത്രം സഹായിക്കുക. അതിന്റെ ബട്ടൺ ഇടാൻ അവരെ സ്വയം പ്രോത്സാഹിപ്പിക്കുക. എന്നിവ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ കെയർ ഗിവർമാരുടെ ക്ഷമ രോഗിയുടെ ആത്മവിശ്വാസവും സന്തോഷവും കൂടെ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം. അടുത്തത് ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആശയവിനിമയത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നുള്ളത്. സാധാരണഗതിയിൽ അൽഷിമേഴ്സ് രോഗികളുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ അവരുടെ വാക്കുകൾ, അവരുടെ സംസാരം വളരെ പറയുന്നതായിട്ട് തോന്നുമെങ്കിലും അവർക്ക് ചുറ്റുപാടിനെ കുറിച്ചുള്ള ഒരു ബോധവും വികാരവും ഒക്കെ സംഭവിക്കുന്നതിനനുസരിച്ച് വസ്തുക്കളുടെ പേരുകളും മറ്റുമൊക്കെ ഓർമ്മിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടും കാണാറുണ്ട്. നമുക്ക് ആശയവിനിമയം നടത്താനുള്ള പ്രധാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദ വ്യത്യാസങ്ങൾ കുറയ്ക്കുക എന്നുള്ളത്. അതായത് TV, ഉച്ചത്തിലുള്ള സംഭാഷണം, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ശബ്ദങ്ങൾ എന്നിവയൊക്കെ രോഗിയെ ആശയക്കുഴപ്പത്തിൽ ആക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇന്റർകോം ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിച്ച് സംസാരിക്കുന്നത്, അതായത് ശബ്ദം മാത്രം കേൾക്കുമ്പോൾ രോഗിക്ക് അതൊരു ഭയം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് നമ്മൾ ഇന്റർകോം ഉപയോഗിച്ച് സംസാരിക്കുന്നത് നമ്മൾ പരമാവധി അത് ഒഴിവാക്കുക. അതുപോലെ രോഗിയുടെ മുന്നിൽ നിന്ന് എത്തി നിങ്ങളുടെ പേര് പറയുക, അല്ലെങ്കിൽ രോഗിയുടെ പേര് പറഞ്ഞു വിളിക്കുക. സൗഹൃദപരമായിട്ടുള്ള ഒരു ശൈലിയിൽ ശബ്ദം ഉയർത്താതെ സൗമ്യവും കരുണയോടുകൂടിയും വേണം ഇവരോട് സംസാരിക്കാൻ. അതേപോലെ തന്നെ കണ്ണിൽ നോക്കിയിട്ട് ലളിതമായിട്ടുള്ള വ്യക്തമായ വാക്കുകളാണ് ഇവരോട് ഉപയോഗിക്കേണ്ടത്. പിന്നീടൊന്ന് നമ്മുടെ ശരീരഭാഷ, ബോഡി ലാംഗ്വേജ് എന്നുള്ളത്. അതായത് സൗമ്യമായിട്ടുള്ള ഒരു മുഖഭാവം, കൈകൾ കൊണ്ടുള്ള സൂചന, അതിൽ ഒരു ജെന്റിൽ ടച്ച് ഒക്കെ കൊടുക്കുക. ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു ജെന്റിൽ ടച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ആശയവിനിമയം നടത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും അവരോട് ചോദിച്ചാൽ അവരുടെ മറുപടി നൽകാൻ ഏകദേശം ഒരു 20 സെക്കൻഡ് വരെ സമയം നൽകുന്നത് നന്നായിരിക്കും. ആവശ്യമെങ്കിൽ അതേ ചോദ്യം തന്നെ ആ രീതിയിൽ തന്നെ വീണ്ടും ആവർത്തിക്കുന്നതും കുഴപ്പമുണ്ടാവില്ല. അതുപോലെ അവരുടെ ഓർമ്മകളെ നമ്മൾ പരിശോധിക്കാൻ നിൽക്കരുത്. അതായത് നിനക്കത് ഓർമ്മയില്ലേ പോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അത് രോഗിയെ ഭയങ്കര രീതിയിൽ നിരാശപ്പെടുത്താനേ കാരണമാകും. അതുപോലെ അവരുടെ ഹിയറിംഗ് എയ്ഡ്, കണ്ണട ഇവയൊക്കെ ധരിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്, ഇതൊക്കെ ആശയവിനിമയം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതായിരിക്കും.
അതേപോലെ രോഗിയെ അവഗണിച്ചുകൊണ്ട് സംസാരിക്കുക. ഒരു ഗസ്റ്റ് വന്നു, അപ്പൊ അവരുടെ റൂമിൽ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളും ഗസ്റ്റും മാത്രമല്ല അവരെയും കൂടെ ആ ഒരു സംസാരത്തിൽ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുള്ളത്. വികാരങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതായത് രോഗി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പരസ്പര ബന്ധമില്ലാത്ത ഒരു അർത്ഥശൂന്യമായ കാര്യമായിരിക്കും, എങ്കിൽ പോലും അവരുടെ വികാരങ്ങളെ നമ്മൾ അംഗീകരിക്കണം. അതുപോലെ വിഷ്വൽ എയ്ഡ്സ്, അതായത് ചിത്രങ്ങള്, വസ്തുക്കൾ കാണിച്ച് അവരോട് സംസാരിക്കുന്നത് രോഗിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഇത്രയാണ് നമ്മൾ ആശയവിനിമയത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അടുത്തത് സപ്പോർട്ട് ആൻഡ് കമ്പാഷൻ എന്നുള്ളത്. അതായത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി സ്നേഹത്തോടെയും ക്ഷമയോടുകൂടിയുമാണ് അവരോട് സമീപിക്കേണ്ടത്. അതേപോലെ കുടുംബാംഗങ്ങളും കെയർ ഗിവർമാരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ രോഗിക്ക് മികച്ച ഒരു പരിചരണമാണ് ലഭ്യമാക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ അവരോട് സ്നേഹത്തോടെ കരുണയോടെ സമീപിക്കുന്നത് അവരിൽ ആത്മവിശ്വാസം, അതുപോലെ സന്തോഷം, ഒരു സുരക്ഷിതത്വ ബോധം എന്നിവ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. 10ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഷുർ ദ ഹോം ഈസ് സേഫ്. അതായത് വീട്ടിൽ ഒരു അൾഷിമേഴ്സ് രോഗി ഉണ്ടെങ്കിൽ അവരെ പരിചരിക്കുമ്പോൾ വീഴ്ചകളും അപകടങ്ങളും ഒക്കെ ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതാണ്. രോഗിയുടെ ശാരീരിക സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ വീടിന്റെ അന്തരീക്ഷം സുരക്ഷിതമാക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ വീഴ്ചകളൊക്കെ ഒഴിവാക്കാൻ പടികളിൽ കാർപ്പറ്റ് അല്ലെങ്കിൽ ഗ്രിപ്പ് സ്ട്രിപ്സ് ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ അപകടകരമായിട്ടുള്ള വസ്തുക്കള്, മരുന്നുകള്, ക്ലീനിങ് ലിക്വിഡ്സ്, പെയിന്റ് തിന്നർ, അതുപോലെ മാച്ചസ്, തീപ്പെട്ടി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ രോഗി തുറക്കാതിരിക്കാൻ ക്യാബിനറ്റ് വാതിലിൽ ലാച്ച് ഉപയോഗിക്കാം. വൈദ്യുത അപകടങ്ങൾ ഒഴിവാക്കാൻ ഇലക്ട്രിക്കൽ സോക്കറ്റുകളിൽ കവർ ഇടുക. ബാത്റൂമിലുള്ള വീഴ്ചകൾ തടയാൻ വേണ്ടിയിട്ട് ഹാൻഡ് റെയിൽസോ അല്ലെങ്കിൽ നോൺ സ്ലിപ്പ് മാറ്റ്സ് സ്ഥാപിക്കുക. സുരക്ഷിതമായിട്ടുള്ള കസേരകൾ ഒരുക്കുക. അതായത് കസേരകൾ സ്ഥിരതയുള്ളതും ആം റെസ്റ്റ് ഉള്ളതുമായിരിക്കണം. അതുപോലെ രോഗിക്ക് നടക്കുമ്പോൾ തടസ്സം ഉണ്ടാവാതിരിക്കാൻ വഴികളിൽ മേശ അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യുക. ഇരുട്ട് രോഗിക്ക് എപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഒരു കാരണമാകും. അതുകൊണ്ട് വീടിന്റെ ലൈറ്റിംഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ രോഗിക്ക് തെറ്റിദ്ധാരണയിൽ രോഗി പുറത്തോട്ട് പോവാതിരിക്കാൻ നമുക്ക് വാതിലുകൾക്കും ജനലുകൾക്കും ഒക്കെ സുരക്ഷാ സംവിധാനങ്ങൾ, ലോക്കോ അല്ലെങ്കിൽ അലാമൊക്കെ സ്ഥാപിക്കുന്നത് നന്നായിരിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഫയർ അലാം അല്ലെങ്കിൽ സ്മോക്ക് ഡിറ്റക്ടർ ഒക്കെ സ്ഥാപിക്കുന്നതും വളരെ നല്ലതായിരിക്കും. അതുപോലെ രോഗിയുടെ കോഗ്നിറ്റീവ് സിംറ്റംസ് ഗുരുതരമാണെങ്കിൽ അവരെ ഒറ്റയ്ക്ക് കുളിക്കാൻ അനുവദിക്കരുത്. അതുപോലെ സ്വയം പാചകം ചെയ്യാനൊന്നും അനുവദിക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഡിമെൻഷ്യ രോഗികൾ പരിചരണം നിരസിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും അവര് ആ പരിചരണത്തെ ഒക്കെ നിരസിക്കുന്ന ഒരു സാഹചര്യങ്ങൾ. അപ്പൊ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ കാരണം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് രോഗി ആ പരിചരണം നിരസിക്കുന്നതിന് പിന്നിലെ കാരണം തിരിച്ചറിയുക. അത് ചിലപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ, എന്തെങ്കിലും തരത്തിലുള്ള വേദന ഉള്ളത് കൊണ്ടോ ക്ഷീണം ഉള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ മാനസിക അവസ്ഥ കൊണ്ടും ഭയം, ആശങ്ക, വിഷാദം പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാവാം. ഇല്ലെങ്കിൽ പരിചരണ രീതിയിലുള്ള അസ്വസ്ഥത, അതായത് അപരിചിതരായിട്ടുള്ള ആൾക്കാരാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ മൂലം ഉണ്ടാവുന്ന എന്തെങ്കിലും സമ്മർദ്ദം കൊണ്ടാവാം ഈ അവരുടെ പരിചരണം അവര് നിരസിക്കുന്നത്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് കരുണയോടെ സ്നേഹത്തോടെ സമീപിക്കുക എന്നുള്ളത്. അതായത് സൗമ്യമായ ശബ്ദവും ശരീരഭാഷയും വേണം ഇവരോട് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതായത് രോഗിയുടെ വികാരങ്ങളെ നമ്മൾ അംഗീകരിക്കുക. നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചോദിക്കുക. അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പരിചരണങ്ങൾ ചെറിയ ചെറിയ ഘട്ടങ്ങളായിട്ടത് ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. രോഗിയെ വേഗത്തിലാക്കാൻ സമ്മർദ്ദം, ഇപ്പൊ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോഴൊക്കെ അവരെ വേഗം ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മൾ അവരെ സമ്മർദ്ദം ചെലുത്താതിരിക്കുക. ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക. രോഗിക്ക് എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു സമയം നൽകുക എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നാലാമത്തത് വിശ്വാസം വളർത്തുക. അതായത് പരിചിതരായ ആളുകൾ വേണം രോഗിയോട് കൂടുതലായിട്ടും സമീപിക്കേണ്ടതായിട്ടുള്ളത്. രോഗിയുടെ പേര് പറഞ്ഞു വിളിക്കുക, അല്ലെങ്കിൽ അവരോട് കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കുക. രോഗിക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ അവരുടെ പങ്കാളിത്തം കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് അവരുടെ ആ ഒരു നീരസം മാറ്റാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിമെൻഷ്യയിൽ വിദഗ്ധരായിട്ടുള്ള ഒരു ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ആശയവിനിമയം നടത്തി അവർക്ക് അവരുടെ ബുദ്ധിശേഷി വിലയിരുത്താനും അല്ലെങ്കിൽ പരിചരണം നിരസിക്കുന്നതിനും
പിന്നിലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ കെയർ ഗിവേഴ്സ് സമർത്ഥമായിട്ടുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കാനും ആശയവിനിമയ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാനും പരിചരണ രീതികൾ പറഞ്ഞു കൊടുക്കാനും ഈ ആരോഗ്യ വിദഗ്ധര് അവരെ സഹായിക്കുന്നതായിരിക്കും. ഇനി ഈ അൽഷിമേഴ്സ് രോഗികളുടെ പൊതുവായിട്ടുള്ള പരിചരണ രീതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒന്ന്, ഒരേ സ്റ്റാഫ് തന്നെ രോഗിയെ പരിചരിക്കുക എന്നുള്ളതാണ്. അതായത് പരിചരണത്തിലെ സ്ഥിരത രോഗിക്ക് എപ്പോഴും സുരക്ഷിതത്വം ആശ്വാസവും നൽകും. അതുപോലെ റൂം മാറ്റങ്ങൾ ഒഴിവാക്കുക. ഇടം മാറുന്നത് ചിലപ്പോൾ ഈ രോഗികളിൽ ആശയക്കുഴപ്പവും ഉത്കണ്ഠയൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. അതുപോലെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദനയോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക. അതായത് രോഗിക്ക് വേദന ഉണ്ടായാലും അവരത് വ്യക്തമാക്കണമെന്നില്ല. അപ്പൊ നിരന്തരം അത് നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ നമ്മൾ എന്ത് പരിചരണം നൽകുമ്പോഴും ഓരോ ഘട്ടത്തിൽ അത് രോഗിയെ അറിയിക്കണം. അതായത് ഇപ്പോൾ മരുന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോ കൈ കഴുകാൻ പോകുന്നു, ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്ന കാര്യങ്ങൾ നമ്മൾ ലളിതമായിട്ടുള്ള രീതിയിൽ അത് അവരോട് വിശദീകരിക്കുക. അതായത് പിന്നെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എപ്പോഴും ലളിതമായിരിക്കണം. ഒരേ സമയം ഒരു നിർദ്ദേശം മാത്രമേ അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഓർമ്മപ്പെടുത്തലുകൾ, നമുക്ക് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈവെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഒരു നോട്ട്ബുക്കിലോ കലണ്ടറിലോ എഴുതാൻ അവരെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഈ നമ്മളിപ്പോ അവരെ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള എക്സർസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഇടവേള നൽകിക്കൊണ്ട് രോഗിക്ക് വിശ്രമം കൊടുക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ വാക്കുകളിലൂടെ ഓർമ്മിപ്പിക്കുക, ശാരീരിക സൂചനകൾ. ഇപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് കയ്യിൽ സൗമ്യമായിട്ട് സ്പർശം ഒന്ന് കൊടുക്കുക. അതായത് കൈ നമ്മളൊന്ന് സ്പർശിച്ച് കഴിക്കുമ്പോൾ കൈ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു കാര്യം നമ്മളെ അവർ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ വിഴുങ്ങാൻ ഓർമ്മിപ്പിക്കുക. ഇപ്പൊ ഈ അൽഷിമേഴ്സിന്റെ ഒക്കെ ഒരു ഫൈനൽ സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ രോഗിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിഴുങ്ങണം എന്നുള്ള ഒരു കാര്യം പോലും ഓർമ്മ വരുന്നില്ല. അപ്പൊ അത് അവരത് പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇവർക്ക് മരുന്നുകൾ കൊടുക്കുമ്പോൾ, അതായത് മെഡിക്കേഷൻ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് ഫോർ അൽഷിമേഴ്സ് പേഷ്യന്റ്, എന്തൊക്കെയാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇവരുടെ ഈ മെഡിക്കേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ കെയർ ഗിവേഴ്സും കുടുംബാംഗങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കഴിയുന്നത്ര രോഗിയെ മരുന്ന് സമയക്രമത്തിൽ പങ്കെടുപ്പിക്കണം. ഇത് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ മരുന്നിന്റെ സമയക്രമം ഷെഡ്യൂൾ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് പാലിക്കുക. ഒരേ സമയത്ത് മരുന്ന് നൽകുന്നത് രോഗിക്ക് ആശ്വാസം നൽകി ഓരോ മരുന്നിനും വ്യക്തമായിട്ടുള്ള ലേബല്, അതായത് എന്താണ് ആ മരുന്നിന്റെ പേര്, അതിന്റെ ഡോസ്, അതിന്റെ സമയം നമ്മൾ അതിൽ കൃത്യമായിട്ട് ലേബല് ചെയ്യാൻ ഓർക്കണം. അതേപോലെ തന്നെ ഡോസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ദിവസവും ആഴ്ചയും അനുസരിച്ച് മരുന്നുകൾ ക്രമീകരിക്കാൻ നമുക്ക് പിൽ ബോക്സോ അല്ലെങ്കിൽ ഓർഗനൈസറോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഉറക്കക്കുറവോ തലചുറ്റലോ അവർക്ക് കൺഫ്യൂഷൻസോ ഒക്കെ കൂടുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ അത് അറിയിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ സുരക്ഷിതമായിട്ടുള്ള സ്റ്റോറേജ്, അതായത് രോഗി തെറ്റായി കഴിക്കാതിരിക്കാനും അതുപോലെ ഡബിൾ ഡോസിങ് ഉണ്ടാവാതിരിക്കാനും മരുന്നുകൾ ലോക്ക് ചെയ്ത ക്യാബിനറ്റിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ ഗിവർ ബേൺ ഔട്ട് എന്നുള്ളത് ഒരു വേർഡ്. എന്താണ് ഈ കെയർ ഗിവർ ബേൺ ഔട്ട് എന്നുള്ളത്? രോഗിയെ പരിചരിക്കുന്നതിനാൽ ഉണ്ടാവുന്ന അധിക സമ്മർദ്ദം മൂലം കെയർ ഗിവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ഷീണങ്ങൾ ഉണ്ടാവും. ആ ഒരു അവസ്ഥയാണ് നമ്മൾ കെയർ ഗിവർ ബേൺ ഔട്ട് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അവർക്ക് ഒറ്റപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ പിന്തുണയില്ലാതെ വില കുറഞ്ഞതായിട്ടൊക്കെ ഒരു തോന്നുന്ന ഒരു അവസ്ഥ. ചിലപ്പോഴേ കെയർ ഗിവർമാര് സ്വന്തം ആരോഗ്യം അവഗണിക്കുകയും അതിലൂടെ അവര് ഡിപ്രഷനിലൂടെ കടന്നു പോകാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അവസാനം അവർക്ക് സ്വയം പരിചരിക്കാനും പറ്റില്ല, ഈ രോഗിയെ പരിചരിക്കാനുള്ള താല്പര്യം കുറയാൻ വരെ കാരണമാകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇനി പറയുന്നത്. ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള വളരെയധികം ക്ഷീണം ഉണ്ടാവും, ശരീരവേദന, തലവേദന ഉണ്ടാവും, ഉറക്കമില്ലായ്മ ഉണ്ടാവും, നമ്മൾ ഒറ്റപ്പെട്ടതായിട്ട് തോന്നും, പിന്നെ നമുക്ക് എന്താ പറയാ ഡിപ്രഷൻ മോഡിലോട്ടൊന്ന് മാറും, രോഗിയെ പരിചരിക്കാനുള്ള ഒരു താല്പര്യം ഇല്ലാണ്ടാവും എന്നുള്ളതൊക്കെയാണ് സാധാരണഗതിയിൽ കാണുന്ന ലക്ഷണങ്ങൾ. നമുക്കിതിനെ എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സൊല്യൂഷൻ എന്നുള്ളത് വെച്ചാല് സ്വന്തം ആരോഗ്യ പരിപാലനത്തിനും കൂടെ മുൻഗണന നൽകുക. അതായത് നിങ്ങളുടെ കൃത്യമായിട്ട് ഉറക്കം, പോഷകപ്രദമായിട്ടുള്ള ആഹാരം കഴിക്കുക, ലഘുവായിട്ടുള്ള വ്യായാമം, അതായത് നടത്തം, പ്രാണായാമം പോലെയുള്ള ബ്രീത്തിങ് എക്സർസൈസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം.
അതുപോലെ സപ്പോർട്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ അൽഷിമേഴ്സിനൊക്കെ തന്നെ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. കുടുംബത്തിലെ മറ്റംഗങ്ങളും കൂടെ ഈ ഉത്തരവാദിത്തം പങ്കിടുക എന്നുള്ള ഒരു കാര്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു റെസ്പൈറ്റ് കെയർ എന്നുള്ളത്, അതായത് നിങ്ങൾക്ക് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നിങ്ങൾക്ക് ഒരു വിശ്രമ സമയം, അത് നിങ്ങളുടെ രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ച് നിങ്ങൾ ആ ഒരു വിശ്രമ സമയം തിരഞ്ഞെടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലും കൂടുതലായിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ കൗൺസിലിംഗ് തേടുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ സ്വന്തം ഒരു സെൽഫ് കെയർ ആക്ടിവിറ്റീസ്, വായനാശീലം ഉണ്ടെങ്കിൽ അത് ചെയ്യാം, മ്യൂസിക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രാർത്ഥന, ഇതിനോടുള്ള സമയം നിങ്ങൾ കണ്ടെത്തുകയും കൂടെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വന്തം ആരോഗ്യവും മനസ്സും സംരക്ഷിക്കുമ്പോൾ രോഗിക്കും കുടുംബത്തിനും മികച്ച പരിചരണം നൽകാനും കൂടെ സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അൽഷിമേഴ്സ് രോഗവും ഡിമെൻഷ്യയും ജീവിതത്തെ മാറ്റിമറിക്കുന്ന വലിയ വെല്ലുവിളികൾ തന്നെയാണ്. പക്ഷെ സ്നേഹവും കരുതലും ചേർന്നാൽ ഈ യാത്ര രോഗിക്കും അതേപോലെ തന്നെ അവരുടെ കുടുംബത്തിനും പ്രത്യാശയുടെ വഴിയായിട്ട് മാറും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ ഗിവർമാര് രോഗിയുടെ കരുത്താണ്, കുടുംബം അവരുടെ ആശ്വാസമാണ്, സമൂഹം അവരുടെ സുരക്ഷയാണ്. ഓരോ ചെറിയ ശ്രമവും ഓരോ കരുണാപൂർവമായ വാക്കും ഓരോ ക്ഷമയുള്ള സമീപനവും രോഗിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. അൽഷിമേഴ്സ് രോഗികളെ അവരുടെ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നത് സമൂഹത്തിന്റെ കടമ മാത്രമല്ല, അത് നമ്മുടെ മനുഷ്യത്വത്തിന്റെ യഥാർത്ഥ അർത്ഥവും കൂടിയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്നേഹം തന്നെയാണ് യഥാർത്ഥ മരുന്ന്. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. രോഗീ പരിചരണം എന്ന വിഷയത്തെ വളരെ വിശദമായി തന്നെ മാം അവതരിപ്പിച്ചു. അടുത്തതായി അൽഷൈമേഴ്സ് രോഗികളിലെ സ്വഭാവ വ്യത്യാസ നിയന്ത്രണവും വീട്ടിലെ രോഗീ പരിപാലനവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി ശ്രീ സുരേഷ് കുമാർ സാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ശ്രീ സുരേഷ് കുമാർ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കിൽ മെഡിക്കൽ സൈക്കാട്രി സ്പെഷ്യലൈസേഷനോടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി അൽഷൈമർ പരിചരണ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പരിചാരകർക്കുള്ള മാനസിക സമ്മർദ്ദ നിയന്ത്രണ ക്ലാസുകൾ, കൗൺസിലിംഗ്, വീടുകളിൽ പരിചരണത്തെക്കുറിച്ചുള്ള അവബോധം, രോഗികൾക്കുണ്ടാവുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ സെഷൻസ് എന്നിവയാണ് കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നൽകി വരുന്നത്. വയാംസിൽ കഴിഞ്ഞ 6 വർഷത്തിലേറെയായി പരിചരണവുമായി ബന്ധപ്പെട്ട് രോഗികൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദ നിയന്ത്രണ ക്ലാസുകളും കൗൺസിലിംഗും നൽകി വരുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. ഓവർ ടു യു സർ. നമസ്കാരം. അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഒരു വ്യക്തിക്ക് വരാവുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് പ്രകാരം 2020 നടത്തിയ ഒരു റിപ്പോർട്ട് പ്രകാരം ഏകദേശം 8.8 മില്യൺ ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ ഡിമെൻഷ്യ ബാധിതരായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇത് എത്രത്തോളം വർദ്ധിച്ചു എന്നതിൽ മനസ്സിലാക്കുന്ന തൊട്ട് മുൻപ് 2010 നടത്തിയ സർവേ പ്രകാരം ഏകദേശം 2030 ആകുമ്പോഴേക്കും 9 മില്യൺ ആകും എന്നുള്ളൊരു സാഹചര്യമാണ് അന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ വെറും 10 വർഷങ്ങൾക്ക് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യയിൽ വളരെ നമ്മൾ എന്താ പറയുക, വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ രോഗബാധിതരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടുകളിലോ നമ്മുടെ ചുറ്റുപാടുകളിലോ നമ്മുടെ കുടുംബത്തിലോ ഒക്കെ ഇത്തരം അസുഖമുള്ള ആളുകൾ ഏത് നിമിഷവും വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണ രീതി, മറ്റ് അസുഖങ്ങൾ ഒക്കെ ഇതിലേക്ക് ഏതൊരു കാരണം എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ലെങ്കിൽ കൂടെയും ഏത് നിമിഷം വേണമെങ്കിലും ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകളിലേക്ക് ഈ അസുഖം നമ്മുടെ ഒരു നെക്സ്റ്റ് ഡോർ എന്നുള്ള ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ ഒരു അസുഖത്തിന്റെ പ്രാധാന്യം ഇത്തരം ക്ലാസ്സുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമ്മുടെ വീടുകളിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ വരുമ്പോൾ പല ആളുകളും പകച്ചു പോവുകയാണ് ചെയ്യുക. നമ്മുടെ അടുത്തേക്കൊക്കെ രോഗബാധിതർ എത്തുന്നത് ഏകദേശം 3, 4, 5 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. പല ആളുകളും ഇത് തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട്.
അപ്പൊ ഈ അസുഖത്തിന്റെ മുൻപ് വിജി സാറും അതുപോലെ നിതുമ്പടൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ലക്ഷണങ്ങൾ ഒരു നോർമൽ ആയ ആളുകളിലും ഉണ്ടാകുന്നു. അതുപോലെ ഇതിൽ എന്താണ് ഇത്ര വ്യത്യാസം എന്നുള്ളൊരു അവസ്ഥയിലൂടെ കടന്നുപോയി ഒരു കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് എന്നൊരു അവസ്ഥയിലോട്ടൊക്കെ എത്തുന്നതിന് ശേഷമാണ് പലപ്പോഴും ഒരു ഡോക്ടറെ കണ്ട് ചികിത്സയിലേക്കൊക്കെ പോകുന്നു. എന്നിരുന്നാലും വർഷങ്ങൾ കഴിഞ്ഞാണ് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റിൽ പോലും ആളുകൾ എത്തുന്നത്. അപ്പൊ അതുവരെ കുഴപ്പമില്ല, മറ്റേ സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോൾ ഇത് ഓർമ്മക്കുറവല്ലേ എന്നുള്ള ഒരു ന്യായീകരണം പോലെയുള്ള പല ഉപദേശങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് തുടക്കത്തിലെ ഇത്തരം അസുഖങ്ങളിൽ ചികിത്സ നേടുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ രോഗിക്ക് നമുക്ക് നൽകുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ സ്വഭാവ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും നമുക്ക് ട്രീറ്റ്മെന്റ് എത്രയും നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് WHO പോലും എന്താ പറയുക മുന്നോട്ട് വയ്ക്കുന്ന ആശയം. കാരണം ഇത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ ആണ് ഇതിനുള്ള കോഗ്നിറ്റീവ് ഇമ്പയർമെന്റും ബിഹേവിയർ പ്രോബ്ലംസും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഒരാളിൽ വന്ന് ചേരുന്നത്. അപ്പൊ തുടക്കത്തിൽ ഇതൊന്നും തന്നെ ഉണ്ടാവില്ല, ചെറിയ ചെറിയ ഓർമ്മപ്പശകൾ മാത്രമായിരിക്കാം. അപ്പൊ അത്തരം ഓർമ്മപ്പശകളിലെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് അവർക്ക് നല്ലൊരു ക്വാളിറ്റിയായ ഒരു ജീവിത ക്രമം അല്ലെങ്കിൽ ജീവിത രീതി നമുക്ക് കൊണ്ടുകൊടുക്കാൻ സാധിക്കും. അത്യാവശ്യം നമ്മുടെ മുൻപ് മാഡം സൂചിപ്പിച്ചുള്ള കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് ഒക്കെ തടയാൻ തന്നെ നമുക്ക് ഇത്തരം ആക്റ്റീവ് ഏജിങ്ങിലൂടെയൊക്കെ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പൊ അതൊക്കെ ഇത്തരം ക്ലാസ്സുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ എന്താ പറയുക അഭിനന്ദനമർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് വൈഎംസിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മൾ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അസുഖം വന്നതിന് ശേഷം മുൻപ് പറഞ്ഞു ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു രണ്ടാമത്തെ ഘട്ടത്തിലൊക്കെയാണ് ഇത്തരം സ്വഭാവ പ്രശ്നങ്ങളിലേക്കൊക്കെ ഒരു രോഗി എത്തുന്നുണ്ടാവുക. പലപ്പോഴും ഈ ഒരു അവസ്ഥ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് പോലും പല കുടുംബങ്ങളിൽ വളരെ വിഷമകരമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇത് അറിഞ്ഞിട്ട് പോലും അവർ വർഷങ്ങൾ കഴിഞ്ഞിട്ട് തന്നെയാണ് ഡോക്ടേഴ്സിനൊക്കെ കാണാൻ പോകാറ്. അപ്പൊ ഇത്തരം സ്വഭാവ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ ഈ രോഗിയും പരിചാരകനും തമ്മിലുള്ള ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. രോഗിക്ക് തൻ്റെ അവസ്ഥ മനസ്സിലാകാതിരിക്കുകയും രോഗി തൻ്റെ അസുഖത്തിൽ എന്താ പറയാ എല്ലാ ദിവസവും കഴിയുന്തോറും കൂടുതൽ മോശമാവുന്ന ഒരു അവസ്ഥയിലോട്ട് ചികിത്സയും ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ദേഷ്യത്തോടുകൂടെയുള്ള പെരുമാറ്റം, ഓർമ്മപ്പശകൾ കൊണ്ട് ഡെയിലി ലൈഫിൽ ഈ കുളിക്കുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ, വസ്ത്രം ധരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊക്കെ വീട്ടുകാർ മനസ്സിലാക്കാതിരിക്കുകയും ഇതിനെ ചോദ്യം ചെയ്യുകയും ഇത്തരത്തിലൂടെ ഈ പറയുന്ന സ്വഭാവ വ്യത്യാസങ്ങളിലേക്ക് നമുക്ക് വീണ്ടും രീതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നം പല കുടുംബങ്ങളിലും നമ്മൾ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധി വരെ സ്വഭാവ പ്രശ്നങ്ങളെ നമുക്ക് എന്താ പറയാ നിയന്ത്രിക്കാൻ സാധിക്കും. കാരണം അവരുടെ ബുദ്ധിമുട്ടുകളെ വാലിഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിഞ്ഞാൽ തന്നെ, ആ അസുഖത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്ന പ്രശ്നത്തെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു നമ്മൾ പറയുന്ന ഒരു ട്രിഗറിങ് ഫാക്ടർ, അതായത് ഒരു സൂചകങ്ങൾ പലപ്പോഴും അതിന് തൊട്ട് മുൻപ് ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. നമുക്ക് തന്നെ അറിയാൻ കഴിയുന്നത് ഒരു അമ്മ മാല കാണാനില്ല, എൻ്റെ മാല എൻ്റെ മകൾ എടുത്തു കൊണ്ടുപോയി, എൻ്റെ മകൻ കൊണ്ടുപോയിട്ടുണ്ട്, എനിക്കത് എടുക്കണം, എനിക്ക് അവിടെ പോകണമെന്ന് പറയുകയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല, അവളെ വീട്ടിൽ തന്നെ ഉണ്ടാകും. പക്ഷെ ഇത് പറയുമ്പോൾ ആ വീട്ടിലുള്ള മറ്റ് പരിചാരം, അദ്ദേഹത്തിന്റെ ഭർത്താവായിരുന്നു, നീ വെറുതെ കള്ളം പറയാണ്, വെറുതെ അതൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നീ മറ്റേ ഇവിടുത്തെ കുട്ടികളെ സംശയിക്കണം, നീ അവിടെ എവിടെയെങ്കിലും പോയിരിക്കുക, അവിടെ എവിടെയെങ്കിലും തിരയൂ എന്ന് പറയുന്നൊരവസ്ഥ. അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ വരുന്നില്ലെങ്കിൽ ഞാൻ പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സംസാരം, അപ്പൊ ഇവര് ഈ അസുഖത്തെ തിരിച്ചറിയുന്നോ അല്ലെങ്കിൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു ഘട്ടമായിരുന്നില്ല അന്ന്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം സുഹൃത്തിനോട് സംസാരിക്കാൻ ഫോണിൽ പോയ ആ ഒരു സമയത്ത് ഇദ്ദേഹം ഒരു പരിചയമില്ലാത്ത വഴികളിലൂടെ ഇറങ്ങി നടക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ ആളെ കാണുന്നില്ല.
അപ്പൊ അതിനുശേഷം ഈ പറയുന്നത് പോലെ തിരഞ്ഞിറങ്ങുന്നതും മക്കളെ വിളിച്ചിട്ട്, അപ്പൊ അവര് പല സ്ഥലങ്ങളിൽ ജോലി അറിയാമല്ലോ, സ്വന്തം നാട്ടിലാണെങ്കിലും മറ്റു ജില്ലകളിലോ പുറത്തോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ആ ഒരു ഇൻസിഡന്റ് കൊണ്ട് തന്നെ ആ കുടുംബം മൊത്തം ഒരു ബുദ്ധിമുട്ടിലോട്ട് നീങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലും ഇത്തരം ഒരു ഹിന്റുകൾ രോഗബാധിതൻ അല്ലെങ്കിൽ അസുഖം ബാധിച്ച ഒരു വ്യക്തി അവിടെ നൽകുന്നുണ്ടാവും. അപ്പൊ ഇതിനെ തിരിച്ചറിയാൻ സാധിച്ചാൽ ഈ ഒരു അവസ്ഥ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കും. ഇത്തരം സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ എല്ലാത്തിലും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും ഈ ട്രിഗറിങ് ഫാക്ടറായിട്ട് മാറാറുണ്ട്. അപ്പൊ അതിലിപ്പോ ഈ പറയുന്ന അഗ്രഷൻ, അതായത് ദേഷ്യത്തോടു കൂടെ പെരുമാറുക അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന രീതിയിലോട്ട് മാറുക എന്നുള്ള ഒരു അവസ്ഥ പലപ്പോഴും കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഓർമ്മകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പുതിയ ഓർമ്മകൾ ആണ് നമുക്ക് ഉണ്ടാവാത്തത്. പക്ഷെ പഴയ ഓർമ്മകളുണ്ടാവും. ഇദ്ദേഹത്തിന് പറഞ്ഞ 84 വയസ്സുള്ള ഒരു അമ്മ, അദ്ദേഹം പറയുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകണം, എൻ്റെ അമ്മയും അച്ഛനും അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒപ്പമുള്ള പരിചാരകൻ പറയാണ്, അവരൊക്കെ എന്താ പറയാ, മരിച്ചു പോയതല്ലേ, നീ എന്താണ് ഈ പറയുന്നത്, നീ വെറുതെ എന്താ പറയാ, അവരെ ദേഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെതിരെ പറഞ്ഞുകൊണ്ട് അവരെ ട്രിഗർ ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന അമ്മ സ്വാഭാവികമായിട്ടും ട്രിഗറാവും, അവരോ ദേഷ്യപ്പെടും, അവരവിടെ അഗ്രഷൻ കാണിക്കും. അവിടെ നിന്നുണ്ടായത് തൊട്ടടുത്ത് കിടന്ന വടി എടുത്തിട്ട് സ്വന്തം ഭർത്താവിനെ അടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ ഒരു കാര്യത്തെ എങ്ങനെ നേരിടുന്നു പരിചാരകൻ. അപ്പൊ ഇങ്ങനെ എല്ലാ സ്വഭാവ പ്രശ്നങ്ങളിലും നമ്മൾ പ്രൈമറി ആയിട്ട് കാണുന്നത് എങ്ങനെയാണ് പരിചാരകൻ ആ ഒരു അഗ്രഷനെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ കുടുംബ പരിചാരകർക്ക് മികച്ച പരിചരണം നൽകണമെങ്കിൽ പരിചാരകൻ, മുൻപ് നീതു മാഡം പറഞ്ഞതുപോലെ, ഈ അസുഖത്തെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കണം, ലക്ഷണങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ എന്നിരുന്നാൽ മാത്രമാണ് ഈ പറയുന്ന സ്വഭാവ പ്രശ്നങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് നേരിടുവാൻ സാധിക്കുകയുള്ളൂ. അതിനെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പൂർണ്ണമായിട്ടും സാധിക്കും, 100% സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ദേഷ്യതയാണെങ്കിൽ വേറെ ഒന്ന് വരുന്നതാണ് ഉറക്കത്തിന്റെ ബുദ്ധിമുട്ട്. ഉറക്കം പലപ്പോഴും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉറക്കമില്ലാതെ ആവുന്നത് ഈ ഡേ റിവേഴ്സൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഈ അസുഖത്തിൽ. അപ്പൊ ഈ പലപ്പോഴും ഈ അസുഖമുള്ള ആളുകൾക്ക് ഏത് സമയം കടന്നുറങ്ങുകയാണ്, ഏത് സമയം ഉറങ്ങുകയാണ് ഒരു സാധാരണ ബോധ്യമുണ്ട്. വയ്യാത്ത ആളല്ലേ, ഉറങ്ങിക്കോട്ടെ എന്നുള്ള ഒരു കാര്യമാണ് പൊതുവെ പറയാറ്. പക്ഷെ അത് ഈ ഡേ റിവേഴ്സലിലേക്ക് മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് പകൽ മുഴുവൻ എണീറ്റിരിക്കുകയും ഉറങ്ങുകയും രാത്രി ഈ പറയുന്നത് പോലെ ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അത് പരിചാരകനും ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോ ഇതിനെ നമുക്ക് ഈ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് ഡേ റിവേഴ്സിൽ വരുന്നുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് മരുന്നുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അവിടെ ഈ നമ്മൾ ഈ പറയുന്ന പരിചാരകൻ ഈ പറയുന്ന ഒരു ലാഘവത്തോടു കൂടെയാണ് ഇതിനെ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ രാത്രി ഉറക്കമില്ലാതാവുന്നതോടുകൂടെ ഹാലൂസിനേഷൻ, ഡെലൂഷൻ പോലെയുള്ള, അതായത് ഇല്ലാത്ത വസ്തുക്കൾ കാണുകയും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുകയും അത്തരത്തിൽ പെരുമാറുകയും പോകുന്ന ഒരു കാര്യം ഈ ഉറക്കമില്ലാത്തതോടുകൂടെ ഇദ്ദേഹത്തിലേക്ക് കൂടുതലായിട്ട്, അത്തരം സിംറ്റംസ് ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ എന്നിരുന്നാലും ഇതോടുകൂടെ ഉറക്കം രാത്രി ഇല്ലാതാവുന്നതോടുകൂടെ കൂടുതലായിട്ട് ആ രോഗിയിൽ വരുവാൻ സാധിക്കും. അന്ന് മാത്രമാണ് ഈ പറയുന്ന പോലെ ഇവർ ഈ ഒരു ഡോക്ടറെ കാണാനൊക്കെ പോകുന്നുണ്ടാവും. അയ്യോ ഇങ്ങനെ പെരുമാറുന്നു, ഒറ്റയ്ക്ക് സംസാരിക്കുന്നു, കണ്ണാടി നോക്കി സംസാരിക്കുന്നു, ആരൊക്കെ റൂമിൽ വരുന്നുണ്ടെന്ന് പറയുന്നു, രാത്രി വാതിൽ മുട്ടി കള്ളം വന്ന് എണീപ്പിക്കാൻ പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഈ പറയുന്ന ഡേ റിവേഴ്സലിന് മുൻപ് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ അതിനെ നമുക്ക് തടയാൻ തുടക്കം മുതലേ സാധിച്ചാൽ ഇത്തരം ഹാലൂസിനേഷൻ പോലെയുള്ള, ഡെലൂഷൻ പോലെയുള്ള ഈ ഒരു അവസ്ഥയെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോഴും ഈ പറയുന്നത് പോലെ ഒരു ലക്ഷണം എന്നുള്ളത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിച്ചാൽ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും തന്നെ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ പോലെയുള്ള കാര്യങ്ങളിൽ ഒരു വിമുഖത വരുന്നൊരവസ്ഥ. അപ്പൊ ഇവിടെ പലപ്പോഴും നീതിപാഠം സൂചിപ്പിച്ചിരുന്നു, ചില ഡേ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നതിനുള്ള കുറെ ഗെയിമുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പൊ ഇവിടെ പല വീടുകളിലും ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവുക.
വീട്ടിലെല്ലാ ആളുകളും ജോലിക്ക് പോകുന്നവരും അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇവരെ ഒപ്പം ഇരിക്കാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും ഇല്ലാത്തത് കൊണ്ട് ഈ പറയുന്നത് പോലെ ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കുക. അതായത് നമ്മൾ എന്താ പറയുക, ഇപ്പൊ ശരീരത്തിന് രണ്ടു തരം ചലനങ്ങളാണ്. ഒന്ന് നമ്മൾ കാണുന്ന രീതി, നടക്കുമ്പോൾ നമ്മൾ നടക്കുന്നതും ഒരു ഭക്ഷണം കഴിക്കുന്നത് കാണിച്ച് നമ്മൾ കൈകളെടുത്ത് വായിൽ വെക്കുന്നതും കൈ കഴുകുന്നതും ഒക്കെയുള്ള നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. അതല്ലാതെയുള്ള ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്, നമുക്ക് കണ്ണുകൾ അടയുന്നത്, ഹൃദയം പ്രവർത്തിക്കുന്നത്, വീഴാൻ പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക ചുമലിൽ പിടിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ പലപ്പോഴും നിലനിർത്താൻ ഇത്തരം ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ സഹായിക്കും. പക്ഷെ പലപ്പോഴും ഇതിനെ നമ്മൾ അത്ര എന്താ പറയുക ആ രീതിയിൽ പല കുടുംബങ്ങളും പല ആളുകളും കാണാറില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഡോക്ടേഴ്സൊക്കെ പറയും ഇത് ചെയ്യിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇവര് ഇത് പ്രാക്ടീസ് ചെയ്യാറില്ല. പക്ഷെ പിന്നീട് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വീഴുന്നു, അതുപോലെ തന്നെ കസേരയിൽ നിന്ന് എണീക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ട് വന്നു എന്നുള്ള രീതിയിലോട്ട് അത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഇത് തന്നെയാണ് പറയാൻ സാധ്യതയുള്ളൂ. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ സമയം ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ടാകും. ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വരികയാണെങ്കിൽ നമ്മൾ ഇത്തരം ചലനങ്ങൾ, നമ്മൾ ചവച്ചരയ്ക്കുന്നത്, നാവിന്റെ ചലനം, ഇറക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഓരോ 1 by 1 ആണ് വരിക. ഈ കൈയിന്റെ ചലനം ഇല്ലാതാവുന്നതോടുകൂടെ അടുത്തൊരു സ്റ്റേജ് ഈ ഭക്ഷണം വായിലേക്ക് സ്വയം ഇല്ലാതെയാവും. അപ്പോൾ മറ്റൊരു ഹെൽപ്പ്, അതായത് പരിചാരകന്റെ ഒരു ഹെൽപ്പ് വേണ്ടി വരും. അതിനുശേഷം പരിചാരൻ സ്പൂണിലോ കായിലോ ഒക്കെ കൊടുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറുന്നു. പിന്നീട് സംസാരശേഷി കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ വരുന്ന സമയങ്ങളിൽ ഭക്ഷണം ഇറക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതും swallowing, അതായത് ഇറക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ രോഗിക്ക് വന്നിട്ടുണ്ടാകും. അപ്പൊ ഇതിനൊക്കെ തന്നെ നമ്മൾ തുടക്കത്തിലെ ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാനും ഇതൊക്കെ നിലനിർത്താനും സാധിക്കും. അപ്പൊ ഇത് ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ യൂറിനറി ഇൻകോണ്ടിനൻസ് പോലെ, അതായത് അറിയാതെയുള്ള മൂത്രം ഒഴിക്കാൻ പോവുക, ബാത്റൂമിന് പുറത്തൊഴിക്കുക, സ്ഥലം അറിയാതെ മൂത്രം ഒഴിക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നത് കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കുകളാണ് ഉണ്ടാവുക. അത് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല, ഞാനല്ല നീ തന്നെ ചെയ്തിട്ടെന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ശരീരത്തിൽ നമുക്ക് എങ്ങനെ അവരുടെ ഇത്തരം യൂറിനറി ഇൻകോണ്ടിനൻസിനെ നമുക്ക്, അല്ലെങ്കിൽ അറിയാതെ മൂത്രം പോകുന്നതിനെ, മലം പോകുന്നതിനൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രോഗിയെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമ്മുടെ പരിചാരകൻ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു വ്യക്തിയും നമ്മുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഒരു ദിനക്രമമുണ്ട്. ഈ പറയുന്ന പോലെ മൂത്രമൊഴിക്കുന്നതിനും കക്കൂസിൽ പോകുന്നതിനുമായുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പൊ ഇതിലൊക്കെ ഒരു നോർമലായ വ്യക്തിക്ക് കൃത്യമായിട്ട് അതിന്റെ സെൻസേഷൻ ലഭിക്കുന്നുണ്ടാവും. പക്ഷെ രോഗബാധിതനെ സംബന്ധിച്ചുള്ള അത്തരം സെൻസേഷൻ ഉണ്ടാക്കുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ പരിചാരകൻ വിചാരിക്കും അത് ചെയ്തോളും എന്നുള്ള ഒരു ലാഘവത്തോടുകൂടി വിടുന്ന സമയത്ത് ഇത് അറിയാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ അറിയാതെ പോകുന്നതിന് മുൻപ് മൂത്രമൊഴിക്കുന്ന ഒരവസ്ഥ ഒക്കെ ഇവർക്ക് വന്നു ചേരും. ഇതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ പരിസരവും റൂമും ഒക്കെ അനുയോജ്യമാക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം, നമ്മളൊരു രോഗി, നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ, അതായത് അമ്മ ബാത്റൂമിൽ മൂത്രം ഒഴിക്കുന്നില്ല, അടുക്കളയിൽ പോയി ഒഴിക്കുന്നു, റൂമിൽ ഒഴിക്കുന്നു, ബാത്റൂമിന്റെ മുൻപിൽ ഒഴിക്കുന്നു, വീടിന്റെ സിറ്റ് ഔട്ടിൽ പോയി ഒഴിക്കുന്നു, പക്ഷെ ബാത്റൂമിൽ മാത്രം കയറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ ഈ ഒരു സമയത്ത്, അപ്പൊ നമ്മള് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്താണെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ആ സമയങ്ങളിൽ അത്തരം സമയങ്ങളിൽ നമ്മൾ ഹോം വിസിറ്റ് ഒക്കെ നമ്മുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്, തൃശ്ശൂർ ജില്ലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് വളരെ ചെറിയൊരു കാര്യമായിരുന്നു, തുടർച്ചയായിട്ട് മൂത്രമൊഴിക്കുന്ന ഒരു അമ്മ പല സ്ഥലങ്ങളിൽ എന്താ പറയാ പല ഭാഗങ്ങളിൽ, വീടിന്റെ പല ഭാഗങ്ങളിൽ മൂത്രമൊഴിക്കുന്ന അമ്മയായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തൊരു കാര്യം, ആ ബാത്റൂമിന്റെ ഡോറ് അവർക്കൊന്ന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ പോയി ഒഴിക്കാൻ സാധിക്കുന്നതാണ്. അമ്മയ്ക്ക് പലപ്പോഴും ബാത്റൂമിന്റെ അവിടെ എത്തിയിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് തുറന്നിട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവർക്കത് കഴിക്കാൻ പറ്റും. അതുപോലെ അഗ്രഷൻ, ഈ പറയുന്ന പല ആളുകളും എന്താ പറയാ ഒരു ബുദ്ധിമുട്ട്, അതായത് മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ വരുന്ന സമയത്ത് ഈ ബാത്റൂമിന്റെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ, അവിടെയാണ് ബാത്റൂം എന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ
ഇവർക്ക് വീടിനുള്ളിൽ തന്നെ വാണ്ടറി മുന്നേ ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള സാഹചര്യം അത് പൂർണ്ണമായിട്ടും മാറ്റുന്നതിനൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കംഫർട്ട് ഫീലിംഗ് പലപ്പോഴും അറിയാം, നമുക്കൊക്കെ അറിയാം, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബസ്സിലോ അല്ലെങ്കിൽ നമ്മൾ യാത്രകളിലൊക്കെ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് പല ആളുകളിലും സ്വന്തം വീട്ടിൽ പോയാൽ മാത്രമാണ് ഈ യൂറിൻ പാസ് ചെയ്യുന്നതും മറ്റുപോലുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആയിരിക്കുക. അപ്പൊ ഇത്തരം ആളുകൾ, ഈ അസുഖം ബാധിച്ച ആളുകൾ അവരുടെ റൂമിന്റെ തൊട്ടടുത്ത് തരം ബാത്റൂം അവർ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു കംഫർട്ട് ഫീൽ അവർക്ക് വരും. അപ്പോൾ മറ്റു പല സ്വഭാവ പ്രശ്നങ്ങളും ദേഷ്യവും ഒക്കെ അതുകൊണ്ട് തന്നെ കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് വികാരം കൃത്യമായിട്ട് പ്രകടിപ്പിക്കാൻ അവർക്ക് അറിയില്ല. ചിലപ്പോൾ ഒരു വേദനയായിരിക്കാം ദേഷ്യമായിട്ട് കാണുന്നത്, ഇതേപോലെ മൂത്രമൊഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാകാം വേദന ദേഷ്യത്തോടു കൂടെ പെരുമാറുന്നത്. അപ്പോ അത്തരം കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന ബാത്റൂം കൊണ്ട് തന്നെ വീടിനോട് റൂമിനോട് ചേർന്ന് ബാത്റൂം തുറന്നിടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ആ അമ്മയ്ക്ക് വേറൊന്നും ചെയ്ത കാര്യം, ഈ ബാത്റൂമിൽ പോകുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഡൈനിങ് ടേബിൾ എവിടെയായിരിക്കുകയാണ്. ഈ ഡൈനിങ് ടേബിളിന്റെ അവിടെ ഒരു ജഗ്ഗും ഉണ്ടാകും. ഈ ബാത്റൂമിൽ പോകുമ്പോൾ അമ്മ എന്താ പറയുക, വെള്ളം കുടിക്കുന്നു, തിരിച്ചു വരുമ്പോൾ വെള്ളം കുടിക്കുന്നു. അതുപോലെ തന്നെ റൂമിൽ നോക്കിയാൽ നമ്മുടെ ഡൈനിങ് ടേബിൾ കാണാം, അവിടെ വെള്ളം ഇരിക്കുന്നു. അപ്പൊ ഈ ഒരു അദ്ദേഹത്തിന്റെ ഒരു ട്രിഗറിങ് ഫാക്ടർ ഈ കാര്യത്തിലുണ്ട്. അതായത് നമ്മൾ ബാത്റൂമിൽ കണ്ട മൂത്രമൊഴിക്കാൻ എനിക്ക് അവിടെ പോവാം എന്നുള്ളൊരു കംഫർട്ട് സോൺ ആണെങ്കിൽ, ഇവിടെ നമുക്കൊരു ബോട്ടിൽ കണ്ടാൽ വെള്ളം കുടിക്കാനുള്ള ഒരു ട്രിഗറിങ് അവർക്ക് വരും. അവിടെ പോയി വെള്ളം കുടിക്കും. പക്ഷെ അത് മുൻപ് പറഞ്ഞ മറന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ വീണ്ടും കാണുമ്പോൾ വീണ്ടും കുടിക്കും. അപ്പൊ അങ്ങനെ കുടിക്കുന്നൊരു അമ്മ തീർച്ചയായിട്ടും തുടർച്ചയായിട്ടും മൂത്രമൊഴിക്കുകയുള്ളൂ. അപ്പൊ അവർക്ക് വേണ്ട വെള്ളം ആ പരിചാരകൻ അല്ലെങ്കിൽ ആ വീട്ടുകാർ കൃത്യമായ സമയത്ത് കൊടുക്കാൻ സാധിച്ചാൽ ഈ പറയുന്നത് പോലെ ഈ യൂറിൻ കോണ്ടിനൻസ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് മൂത്രമൊഴിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് പൂർണ്ണമായി ഈ ഒരു അമ്മയ്ക്ക് നമുക്ക് പറയാൻ കഴിയും, നമ്മൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ്. ഏതൊരാൾക്കും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ശാന്തമായ, മാഡം സൂചിപ്പിച്ച ശാന്തമായ മനസ്സോടുകൂടെ സൗമ്യത്തോടു കൂടെ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ നമുക്കതിന് സാഹചര്യം പല കുടുംബങ്ങളിലും ഇല്ല. കാരണം ഈ പറഞ്ഞ 2 പേരോ 3 പേരോ മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് എടുക്കുന്ന കാര്യമൊക്കെ വേണം സൂചിപ്പിക്കുന്നത്. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ പല കുടുംബങ്ങളിലും ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒരു അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ പൂർണ്ണമായിട്ടും നമുക്ക് എന്താ പറയുക ശരിയാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വേറെ ഒന്നും തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യം വന്നിട്ടില്ല. അപ്പൊ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പരിചാരകർക്ക് മനസ്സിലാകണമെങ്കിൽ ഈ പറയുന്ന അസുഖത്തെ കുറിച്ച് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടാകും. അപ്പൊ ഈ സ്വഭാവ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഉണ്ടാകുന്നത് ഈ പറയുന്ന ബ്രെയിൻ അവർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയല്ല. നമ്മൾ പറയുന്നത് പരിചാരകൻ എന്ന് പറയുന്നത് ഈ രോഗിയുടെ ബ്രെയിൻ ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. അവർ എന്ത് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്, എന്ത് സംസാരിക്കാം, ഇനിയിപ്പോ മൂത്രം ഒഴിക്കണോ, ഭക്ഷണം കഴിക്കണോ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകണോ, ഇത്തരം കാര്യങ്ങളൊക്കെ രോഗിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സ്വയം മനസ്സിലാക്കാൻ പരിചാരകൻ തയ്യാറായാൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് നടത്താൻ സാധിക്കുള്ളൂ. പക്ഷെ 100% ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെയുള്ള പരിചാരകരുടെ അറിവും പരിചാരകരുടെ പരിചരണത്തിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും ഒക്കെ വളരെ പ്രധാനമാണ്. പിന്നെ അതുപോലെ തന്നെ ആവർത്തിച്ചിട്ടുള്ള ഒരു സംസാരമുണ്ട്. അത് പലപ്പോഴും ഒരു അഗ്രഷൻ പോയിന്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഇത് തുടർച്ചയായിട്ട് സംസാരിക്കുമ്പോൾ ഒപ്പമുള്ള ആള് അതിനെ എതിർക്കുകയും അത്തരം കാര്യങ്ങൾ സംസാരിക്കും, വീണ്ടും അവിടെ ഒരു ദേഷ്യത്തോടുകൂടി പെരുമാറ്റമുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കുന്നത് പറഞ്ഞതുപോലെ ഇത്തരം ചോദ്യങ്ങൾ ഈ പറയുന്നത് പോലെ കംഫർട്ട് അല്ലാത്തൊരവസ്ഥ, അതായത് ഇപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകണം, അതായിരിക്കും വരിക ഉദ്ദേശം ഉണ്ടാവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചോദിക്കും. എപ്പോഴാണ് വണ്ടി വരിക, എന്താണ്, ആരാണ് കൊണ്ടുവരിക, മോളുടെ വീട്ടിലേക്ക് പോകണോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോകണം, ഇത്തരം കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ചോദിക്കും. അപ്പൊ ഒക്കെ നമ്മൾ മറുപടി കൊടുക്കും, ആ മോള് കുറച്ച് കഴിഞ്ഞാൽ വരും, ഓട്ടോറിക്ഷയിൽ വരും, അല്ലെങ്കിൽ ബൈക്കിൽ വരും, കാറിൽ വരും എന്നുള്ള കാര്യങ്ങൾ പറയും. പക്ഷെ വീണ്ടും ചോദിക്കും. അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ പറയുന്നത് പോലെയുള്ള എന്താ പറയാ, എന്താണ് ആ ഒരു വീണ്ടും വീണ്ടും ചോദിക്കാനുള്ള സാഹചര്യം എന്ന് മനസ്സിലാക്കുകയും എങ്ങനെ നമ്മൾ അതിനെ നിയന്ത്രിക്കാം എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്താൽ തന്നെ ഈ പറയുന്ന ആവർത്തിച്ചുള്ള സംസാരങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോ നമ്മുടെ നിയന്ത്രണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റേ സ്വഭാവ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു
നമ്മുടെ ചികിത്സയോടൊപ്പം തന്നെ പരിചാരകന്റെയും ഒരു കൃത്യമായ കാഴ്ചപ്പാടുകൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും സാധിക്കും. നമുക്ക് ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഒരു പരിധികളുണ്ട്. പക്ഷെ പരിചരണത്തിന് പരിധികളില്ല. ഇത് വളരെ സൂചിപ്പിച്ച പോലെ നമുക്ക് സ്നേഹം ഇഷ്ടം പോലെ കൊടുക്കാൻ സാധിക്കും, പുഞ്ചിരി ഇഷ്ടം പോലെ കൊടുക്കാൻ സാധിക്കും, അവരോടൊപ്പം ഇരിക്കുവാൻ നമുക്ക് സാധിക്കും, അവരുടെ തലോടുവാനും സംസാരിക്കുവാനും ഒക്കെ സാധിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് പരിധികളില്ലാതെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു സൈഡ് എഫക്റ്റോ ഒരു പ്രശ്നങ്ങളോ ഒരു ഇതുമില്ലാതെ. പക്ഷെ ഇതിന് വേണ്ടത് നമുക്ക് ക്ഷമയാണ്. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് സ്വഭാവ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ട്രിഗറിങ് ഫാക്ടർ കൊണ്ട് മാത്രമാണ് ഒരു പരിധി വരെ ഒരു 90% പോലും ഈ സ്വഭാവ പ്രശ്നങ്ങളിലേക്ക് ഇത് വഴിവെക്കുന്നത്. അവരുടെ ഈ അസുഖത്തെ നമുക്ക് ആ രീതിയിൽ നോക്കി കാണാൻ കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഈ അസുഖങ്ങൾ കൊണ്ടാണ് ഇവരിത് പറയുന്നത്, ഈ അസുഖങ്ങൾ കൊണ്ടാണ് അവരിൽ ഇത്തരം മാറ്റങ്ങൾ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് പരിചാരകൻ പെരുമാറാൻ സാധിച്ചാൽ ഈ പറയുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധി വരെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് 100% തന്നെ നമുക്കതിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഇത്തരം കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ പറഞ്ഞ പോലെ ഓർമ്മയുടെ കാര്യം കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഓർമ്മകൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഓർമ്മ എന്ന് പറയുന്നത് അവർക്ക് പുതിയ ഓർമ്മകളാണ് ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഈ അടുത്ത് നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അവരിലേക്ക് നമുക്ക് കൊടുക്കുവാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മളത് ഇൻജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഉണ്ടാവുക. പക്ഷെ ഇൻജക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഒരു ബക്കറ്റ് കമിഴ്ത്തി വെച്ച് വെള്ളം തുറന്നു വിടുന്നതിന് തുല്യമാണ്. ഒരിക്കലും ബക്കറ്റ് നിറയാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിൽ പെയിന്റ് അടിക്കുക എന്ന് പറയുന്ന പോലെയുള്ള ഒരവസ്ഥയാണ്. അത് പരിചാരകൻ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഓർമ്മയുണ്ടോ, ഇന്ന് രാവിലെ എന്താണ് കഴിച്ചത്, എന്തിനാണ് നിങ്ങൾ പുറത്ത് പോയിട്ട് അവിടെ പോയി മൂത്രം ഒഴിച്ചത്, എന്തിനാണ് ഈ എന്താ പറയുക പൈസ എടുത്തു വെച്ചത് എവിടെയാണ്, ആധാരം അതുപോലെ നമ്മൾ ഡോക്യുമെന്റ്സുകൾ അവിടെ കൊണ്ടുവച്ചു, എന്തിനാ അത് വെച്ചു എന്നുള്ള ചോദ്യങ്ങളൊന്നും തന്നെ അവിടെ പ്രാക്ടിക്കലായിട്ട് വിലപ്പോവില്ല. കാരണം അത് ഇന്ന് നടന്ന കാര്യങ്ങളാണ്, ഇപ്പോൾ നടന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇന്നലെ നടന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊന്നും തന്നെ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിചരണത്തിലേക്ക് ഇറങ്ങുക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സ്വഭാവ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് നമ്മളുടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പരിചാരകന്റെ ആരോഗ്യമുണ്ട്. ഈ ആരോഗ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. അവർ പെർഫെക്റ്റ് ആയാൽ മാത്രമാണ് പരിചാരകൻ പെർഫെക്റ്റ് ആവുകയുള്ളൂ. വെറും ചികിത്സ കൊണ്ട് മാത്രം പൂർണ്ണമായിട്ടും രോഗിക്കൊന്നും തന്നെ, പലപ്പോഴും ആളുകൾ അങ്ങനെയുണ്ട്, ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട്, വേറെ ഒന്നും തന്നെ ആവശ്യമില്ല എന്നൊരവസ്ഥ. അത് ഒരിക്കലും ശരിയുള്ള കാര്യമല്ല. പരിചാരകൻ എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഊന്നൽ നൽകേണ്ടത്. നല്ല പരിചരണത്തിന്, നല്ല സ്വഭാവ നിയന്ത്രണത്തിന് പരിചാരകൻ പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഈ അസുഖത്തെക്കുറിച്ച് ഉണ്ടാകണം. ഈ അസുഖത്തെ നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമോ ചോദിച്ചാൽ മുൻപ് പറഞ്ഞിരുന്നു, നിയന്ത്രണം എന്നുള്ളത് മാത്രമാണ്. ഒരു അസുഖം എന്നുള്ളതിനെ നമുക്ക് ഒഴിവാക്കുകയല്ല ചെയ്യുന്നത്, നിലവിലുള്ള അവസ്ഥയെ നമുക്ക് എങ്ങനെ നിലനിർത്താൻ ശ്രമിക്കാം എന്നുള്ളതാണ്. തുടക്കത്തിലെ പറഞ്ഞതുപോലെ ആദ്യം കണ്ടെത്തുക, ആദ്യമേ ചികിത്സ തുടങ്ങുക, ആദ്യമേ അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അതുതന്നെയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ഏത് നിമിഷം ഇത് വരാം എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം 2024 ഒരു വേൾഡ് അൽഷിമേഴ്സ് റിപ്പോർട്ട് പുറത്തിറങ്ങുകയുണ്ടായിരുന്നു, ADA, അൽഷിമേഴ്സ് ഡിസീസ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് എനിക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്താകമാനം 65% ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ ഈ പറയുന്ന അൽഷിമേഴ്സ് അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഒരു അസുഖമായിട്ട് കണ്ടിട്ടില്ല. വയസ്സാകുമ്പോൾ വരുന്നു എന്നുള്ളത് മാത്രമാണ്. കാരണം അതിന് വേറൊരു മറുവശം എന്ന് പറയുന്നത്, ഇത് ഡിമെൻഷ്യ എന്നുള്ളത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ള കാര്യമല്ല എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇടയിൽ കഴിയുന്ന, നമ്മളെ ഹോസ്പിറ്റലിൽ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇതിനോട് സംസാരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് തന്നെയാണ്. അപ്പൊ അടുത്തൊരു ഇത് ആരോഗ്യ പ്രവർത്തകരാണ് 65% പൊതുസമൂഹത്തിനിടയിൽ 80% ആളുകൾ ഈ അസുഖത്തെക്കുറിച്ച് കാണുന്നത് ഇത് അസുഖമല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഒരു വലിയ ഒരു നമ്പർ തന്നെയാണ്. നമ്മൾ ഇന്ത്യയിൽ വെച്ച പഠനമല്ല, ഓൾ വേൾഡിൽ നടത്തിയ പഠനമാണ് പറയുന്നത്.
അപ്പോൾ അതിൽ 65% ആരോഗ്യ പ്രവർത്തകർ ഈ പറയുന്ന പോലെ ഇത് അസുഖത്തെ ബോധ്യവാന്മാരല്ല. 80% പൊതുസമൂഹം ഈ അസുഖത്തെക്കുറിച്ച് ബോധ്യവാനല്ല എന്നുള്ളത് കൂടി ഞാൻ ഇതിലേക്ക് ഓർമ്മിപ്പിക്കുകയാണ്. പരിചാരകർ എന്നുള്ളത് അവരുടെ ഒരു സ്റ്റാറ്റസ്, മെന്റൽ സ്റ്റാറ്റസ് ഈ അസുഖത്തെക്കുറിച്ച് നമ്മൾ പഠനം നടത്തിയതിൽ അല്ലെങ്കിൽ അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം, അവർ പല ആളുകളും കുടുംബങ്ങളിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു. അവർ പുതിയ ജോലിക്ക് അപേക്ഷിക്കുകയോ കുടുംബങ്ങൾ തമ്മിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ലെഷർ ടൂർ പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പോവാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ കൂടി കുടുംബാംഗങ്ങൾ കൂടി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, പൊതുസമൂഹത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു നമ്മുടെ വരും കാലങ്ങളിൽ നമ്മുടെ വലിയൊരു ജനവിഭാഗം ഒതുങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് നിൽക്കേണ്ട ആളുകൾ അല്ലാത്തൊരവസ്ഥയിലോട്ട് മാറുന്ന ഒരു ഘട്ടമാണ് ഇതുള്ളത്. ഇനി നമുക്ക് ഈ പറയുന്ന ലക്ഷണങ്ങൾ മുന്നേ പറഞ്ഞു, പല സ്വഭാവ പ്രശ്നങ്ങളും ഉള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിൽ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 4 തരത്തോളം അസുഖങ്ങളുണ്ട്. അൽഷിമേഴ്സ്, അതുപോലെ തന്നെ ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, ലെവി ബോഡി ഡിമെൻഷ്യ, വാസ്കുലർ ഡിമെൻഷ്യ, മിക്സഡ് ഡിമെൻഷ്യ എന്ന് പറയുന്ന പല ഭേദങ്ങളുണ്ട്. ഇപ്പൊ ഇതില് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഈ അസുഖത്തെ നമുക്ക് മനസ്സിലാക്കാണ്ട് വരേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഭാവ പ്രശ്നങ്ങളും ചില വേരിയേഷൻസ് ഈ ഓരോ അസുഖങ്ങളിലുണ്ട്. അൽഷിമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്കുണ്ടാകുക കൺഫ്യൂഷൻസ് ആണ് കൂടുതലായിട്ടുണ്ടാവുക. ന്യൂറോ ഡിമെൻഷ്യ, ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് സ്വഭാവ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിരിക്കും. ലെവി ബോഡി ഡിമെൻഷ്യയിൽ ഈ പറയുന്ന ഹാലൂസിനേഷൻ, ഡെല്യൂഷൻ പോലെയുള്ള അവസ്ഥകൾ വളരെ കൂടുതലായിരിക്കും. ഈ പറയുന്നത് മിക്സഡ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയും ഉണ്ട്. എന്നിരുന്നാലും ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ ഈ പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് പറഞ്ഞതുപോലെ നമുക്ക് കൃത്യമായിട്ട് ചികിത്സയും ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുൻപ് പറഞ്ഞതുപോലെ അഗ്രഷൻ എന്ന് പറയുന്നത് അൽഷിമേഴ്സിൽ ഉണ്ടാകുന്നത് പോലെക്കാൾ കൂടുതലായിരിക്കും ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യയിലും ന്യൂറോ ഡിമെൻഷ്യയിലും. അപ്പൊ അവിടെ നമുക്ക് ഒരു പക്ഷേ അൽഷിമേഴ്സ് രോഗിയെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഇവരെ നിയന്ത്രിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതിന് ചിലപ്പോൾ മെഡിക്കേഷൻസ് ഒക്കെ അത്യാവശ്യമായിട്ട് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ചികിത്സയും ഒരേപോലെ പോകണം, അതുപോലെ തന്നെ പരിചരണവും ഒരേപോലെ പോകണം. പക്ഷെ ഈ രോഗബാധിതനോടൊപ്പം നിൽക്കുന്ന പരിചാരകൻ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പറയുവാനുള്ളത്. ആളുകൾ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് കടക്കാം. താങ്ക് യു. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സർ. ഇത്രയും ഇൻഫോർമേറ്റീവായ സെഷൻ നമുക്ക് വേണ്ടി അവതരിപ്പിച്ച സാറിന് വളരെ നന്ദി. അടുത്തതായി സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദത്തിൻ്റെ തരങ്ങളും അതിൻ്റെ ഘട്ടങ്ങളും വിശദീകരിക്കാനായി ഒരിക്കൽ കൂടി ഞാൻ വിജിത് സാറിനെ ക്ഷണിക്കുകയാണ്. ഓവർ ടു യു സർ. താങ്ക് യു ഡോക്ടർ. സോ ഡോക്ടർ നീതു ആൻഡ് സുരേഷ് നമുക്ക് വളരെ വിശദമായിട്ട് രോഗി പരിചരണവും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ ഏകദേശം 12:30 തീർക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള വെബിനാറാണ് 12:45 അപ്പോൾ സ്ട്രെസ് അവസാനത്തെ ഭാഗമാണ്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അതിലേക്ക് കടക്കുകയാണ്. സ്ട്രെസ് എന്നത് ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന പക്ഷെ ഏറ്റവും കുറച്ച് മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ആവശ്യം, ഭയം അല്ലെങ്കിൽ ഒരു ചെറിയ പ്രഷർ നേരിടുമ്പോൾ ശരീരം കാണിക്കുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത്തരം അവസരങ്ങളിൽ മസ്തിഷ്കം അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ റിലീസ് ചെയ്യുന്നു. ഇത് നമ്മുടെ ശരീരത്തിനെ ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ് മോഡിലേക്ക് തയ്യാറാക്കുന്നു. അപ്പം ചെറിയ കാലയളവിൽ സ്ട്രെസ് സ്വാഭാവികമായും ഉപകാരപ്രദമാവുമെങ്കിലും അത് പതിവായാലോ ദീർഘകാലമായാലോ ശരീരത്തെയും മനസ്സിനെയും ആഴത്തിൽ ബാധിക്കും. സോ ആയുർവേദത്തിലെ സ്ട്രെസ് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അസന്തുലിതാവസ്ഥയായി കണക്കാക്കപ്പെടുന്നു. രജസ്, തമസ് എന്നീ ഗുണങ്ങളുടെ വർധനവും വാതദോഷത്തിൻ്റെ അസമത്വവും മൂലം സത്വഗുണം ക്ഷയിക്കുന്നു. സോ ഇതുവഴി വ്യക്തിയുടെ മനസ്സ് അസ്വസ്ഥമാവുകയും ശരീരപ്രവർത്തനങ്ങൾ താളം തെറ്റുകയും ചെയ്യുന്നു. സാധാരണയായിട്ട് സ്ട്രെസ് 3 പ്രധാന രൂപത്തിലാണ് കാണപ്പെടുന്നത്: അക്യൂട്ട് സ്ട്രെസ്, എപ്പിസോഡിക് സ്ട്രെസ്, എപ്പിസോഡിക് അക്യൂട്ട് സ്ട്രെസ് ആൻഡ് ക്രോണിക് സ്ട്രെസ്.
അക്യൂട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സാധാരണവും പെട്ടെന്ന് ഉണ്ടാകുന്നതുമായ സ്ട്രെസ്സാണിത്. അക്യൂട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ചെറിയ സമയത്തിൽ സംഭവിക്കുന്ന ഒരു വെല്ലുവിളി, ആ അവസ്ഥയെ ശരീരം നേരിടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണിത്. അതാണ് അക്യൂട്ട് സ്ട്രെസ്. ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് നമുക്കൊരു പരീക്ഷ ഉണ്ട്, 1 മണിക്കൊരു പരീക്ഷയുണ്ട്. 12:45 കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സ്ട്രെസ് തുടങ്ങും. പരീക്ഷാ ഹാളിൽ കയറി 1:05 ആകുമ്പോഴേക്കും ഒരു 15-20 മിനിറ്റ് കൊണ്ട് ആ സ്ട്രെസ് മാറുന്നു. അതിനെ നമുക്ക് ഒരു അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയാം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ടാസ്ക് കിട്ടിയാൽ അത് ചെയ്ത് തീരുന്നത് വരെയുള്ള ഒരു സ്ട്രെസ്സാണ് നമ്മുടെ അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരീരം ഒരു അലേർട്ട് മോഡിലേക്ക് പോകും. അതിനെയാണ് ഈ പറയുന്ന അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. ഈ സ്ട്രെസ് 2 മുതൽ 10 മിനിറ്റ് ഉള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ശരീരം വീണ്ടും നോർമലിലേക്ക് മടങ്ങും. അപ്പോൾ അതിനാൽ ഒക്കേഷണൽ അക്യൂട്ട് സ്ട്രെസ് ശരിക്കും ഈ പറയുന്ന അപകടകരമായിട്ടുള്ള ഒരു കാര്യമല്ല. ചിലപ്പോഴൊക്കെ അത് നമ്മുടെ പ്രവർത്തനക്ഷമതയെ തന്നെ മെച്ചപ്പെടുത്താറുണ്ട്. അടുത്തത് എപ്പിസോഡിക് അക്യൂട്ട് സ്ട്രെസ് ആണ്. അപ്പോൾ അക്യൂട്ട് സ്ട്രെസ് ഒറ്റ തവണ ഉണ്ടാകുന്നത് സാധാരണമാണ്. പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചും സ്ഥിരമായും സംഭവിക്കുകയാണെങ്കിൽ അതിനെ എപ്പിസോഡിക് അക്യൂട്ട് സ്ട്രെസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇവരിൽ ഒരു പൊതു സ്വഭാവമുണ്ട്. അവർ എല്ലായ്പ്പോഴും റഷ് മോഡിലായിരിക്കും. ടൈം പോരാ, എത്ര ചെയ്താലും മതിയാവില്ല, എനിക്കെല്ലാം ചെയ്യണം, എല്ലാം പെർഫെക്റ്റ് ആവണം എന്ന മനോഭാവം. സോ ഓവർ കമ്മിറ്റ്മെന്റ്, മൾട്ടി ടാസ്കിങ്, എല്ലായിടത്തും പെട്ടെന്ന് പ്രതികരിക്കല്, ചെറിയ കാര്യങ്ങളിൽ പോലും ഓവർ തിങ്കിങ്, ഇവയെല്ലാം ഇവരുടെ ലക്ഷണങ്ങളായിരിക്കും. ഈ റെപ്പിറ്റേറ്റീവ് സ്ട്രെസ് ശരീരത്തിൽ കുറേ ലക്ഷണങ്ങൾ ഉണ്ടാക്കും. ടെൻഷൻ, ഹെഡ് ഏക്ക്, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഇറിറ്റബിലിറ്റി, ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ്, കൂടാതെ സ്ഥിരമായിട്ടൊരു റെസ്റ്റ്ലെസ്നെസ്, ഒരിക്കലും റിലാക്സ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇതിൽ കണ്ടുവരുന്നത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള സ്ട്രെസ്സാണ് ക്രോണിക് സ്ട്രെസ്. സ്ട്രെസ്സിൻ്റെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള രൂപം അതാണ്. സോ ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത് ദീർഘകാലം തുടരുന്ന സ്ഥിരമായ മാനസിക സമ്മർദ്ദം എന്നാണ്. അതായത് പലപ്പോഴും അത് ഒരു ദിവസം, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഉള്ള കാര്യമായിരിക്കില്ല. ചിലപ്പോൾ വർഷങ്ങളോളം അല്ലെങ്കിൽ വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. ഉദാഹരണത്തിന് സാമ്പത്തിക പ്രതിസന്ധികൾ, ദീർഘകാലമായി വീട്ടിൽ രോഗിയെ പരിചരിക്കൽ, കുടുംബ തർക്കങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള സമ്മർദ്ദം, ജീവിതത്തിൽ വരുന്ന വലിയ നഷ്ടങ്ങൾ, ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ, ഇങ്ങനെ ഒരിക്കലും പൂർണ്ണമായി നമുക്ക് മാറിപ്പോകാത്ത അല്ലെങ്കിൽ പരിപൂർണമായി പരിഹരിക്കാത്ത സാഹചര്യങ്ങളാണ് ക്രോണിക് സ്ട്രെസ്സിന് കാരണമാകുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് നിർണായകമായിട്ടുള്ള ശരീരപ്രവർത്തനങ്ങളെ ബാധിക്കും. ഉദാഹരണത്തിന് രക്തസമ്മർദ്ദം ഉയരുക, പ്രമേഹ നിയന്ത്രണം താളം തെറ്റുക, ഡൈജഷൻ കുറയ്ക്കുക, ഉറക്കമില്ലാതാക്കുക, ഹോർമോൺ അസ്ഥിരത ഉണ്ടാക്കുക, ഇമ്മ്യൂണിറ്റി കുറയുക, ഇവയെല്ലാം ക്രോണിക് സ്ട്രെസ്സിൻ്റെ പാർഷ്യലി അവോയ്ഡബിൾ കോൺസിക്വൻസസ് ആണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ടിന്യൂസ് ക്രോണിക് സ്ട്രെസ് ബ്രെയിനിനെ നേരിട്ട് ബാധിക്കുന്നു. മെമ്മറി കുറയ്ക്കും, കോൺസെൻട്രേഷൻ കുറയ്ക്കും, ബ്രെയിൻ സെൽ ഡീജനറേഷൻ വേഗത്തിലാക്കുന്നതാണ് ഈ പറയുന്ന ക്രോണിക് സ്ട്രെസ്. അതുകൊണ്ട് തന്നെ ലോങ് ടേം സ്ട്രെസ് അൽഷൈമേഴ്സ്, വാസ്കുലർ ഡിമെൻഷ്യ, പാർക്കിൻസൺസ് പ്രോഗ്രഷൻ പോലെയുള്ള ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളുടെ അപകട സാധ്യത ഉയർത്താനുള്ള പ്രധാന ഘടകങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നതാണ്. അടുത്തത് ഒരു പക്ഷെ നിങ്ങൾ അധികം കേൾക്കാത്തൊരു കാര്യമായിരിക്കും പെർഫെക്ഷനിസ്റ്റ് സ്ട്രെസ്. നമുക്ക് വളരെ പ്രാധാന്യമുള്ള പക്ഷെ പലരും തിരിച്ചറിയാതെ പോകുന്ന ഒരു തരം സ്ട്രെസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പെർഫെക്ഷനിസ്റ്റ് സ്ട്രെസ് ആധുനിക ജീവിതത്തിൽ ഏറ്റവും വേഗത്തിൽ ഉയരുന്ന സൈക്കോളജിക്കൽ സ്ട്രെസ് പാറ്റേൺ ആണിത്. പെർഫെക്ഷനിസ്റ്റ് സ്ട്രെസ് എന്നത് ഓരോ കാര്യവും പൂർണ്ണതയോടെ ചെയ്യണം, ചെറിയ പിഴവ് പോലും ഉണ്ടാകരുത്, എല്ലാം ഫ്ലോലെസ് ആയിരിക്കണം എന്നൊരു നിർബന്ധം സ്വന്തം മനസ്സിനുള്ളിൽ തന്നെ സൃഷ്ടിച്ചതാണ്. ഇത്തരക്കാരെ സാധാരണ മനുഷ്യർ നടത്തുന്ന ചെറിയ തെറ്റുകളെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസപ്പെടും. ഇത് മതി, ഇത് നല്ലതാണ് എന്നതിന് പകരം എല്ലായ്പ്പോഴും ഇതിലും നന്നായി ചെയ്യാമായിരുന്നു എന്ന പെർപെച്വൽ ഡിസ്സാറ്റിസ്ഫിക്കേഷൻ ആണ് ഇവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. ഈ സ്ട്രെസ് ഒരിക്കലുണ്ടാവുകയും ശേഷം മാറുകയും ചെയ്യുന്ന ഒരു സ്ട്രെസ് അല്ല. ഇതൊരു ഇന്റേണൽ പ്രഷർ സിസ്റ്റമാണ്. സംസാരിക്കാത്ത സമ്മർദ്ദം,
പറയാതെ സഹിക്കുന്ന ഒരു ഭാരം, ലോകം കാണാത്ത ഒരു കോൺഫ്ലിക്റ്റ്, സ്വയം തന്നെ ഒരു പെർമനന്റ് ജഡ്ജ്, പെർമനന്റ് ക്രിട്ടിക്, പെർമനന്റ് എക്സാമിനറായി അല്ലെങ്കിൽ ആക്കി മാറ്റിയ അവസ്ഥയാണ് ഈ പെർഫെക്ഷനിസ്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ഒരു പെർഫെക്ഷനിസ്റ്റിന്റെ ദിനചര്യ മുഴുവനും ഈ ഇന്റേണൽ പ്രഷറിന് കീഴിലാണ്. ഒരു ചെറിയ ടാസ്ക് പോലും അവർ ഓവർ തിങ്കിങ് ചെയ്യും. ഇത് ബെസ്റ്റ് ആണോ, എനിക്കിതിൽ എന്തെങ്കിലും പിഴവുണ്ടോ, എന്നെ ആളുകൾ എങ്ങനെ വിലയിരുത്തും? ഈ കോൺസ്റ്റന്റ് മെന്റൽ റിഹേഴ്സൽ മനോഭാരമായി മാറുന്നു. അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ പ്രയാസമാകും, ഡിസിഷൻസ് വളരെ ഡിലേഡ് ആവും, ഫിയർ ഓഫ് മിസ്റ്റേക്സ്, ഫിയർ ഓഫ് ഡിസ്അപ്രൂവൽ, ഫിയർ ഓഫ് നോട്ട് ബീങ് ഇനഫ്, ഇവയൊക്കെ സ്ട്രെസ് ഹോർമോൺസ് ഉയർത്തുന്ന ഘടകങ്ങളാണ്. സോ പെർഫെക്ഷനിസ്റ്റ് സ്ട്രെസ് ഉണ്ടാകുന്നവർക്ക് സാധാരണയായി കാണുന്ന ചില ലക്ഷണങ്ങൾ ഇങ്ങനെയാണ്. ഒരിക്കലും റിലാക്സ് ചെയ്യാൻ പറ്റില്ല, ചെറിയ കാര്യങ്ങളിൽ പോലും ഓവർ തിങ്കിങ് ഉണ്ടാവും, സെൽഫ് ക്രിറ്റിസിസം വളരെ ഉയർന്നതായിരിക്കും, ജോലി ചെയ്യുന്നപ്പോൾ പോലും മനസ്സിൽ ഇത് മതി വന്നില്ല എന്നൊരു ഗിൽട്ട് ഫീലിംഗ് അവർക്ക് ഉണ്ടായിരിക്കും, ഉറക്കക്കുറവ് ഉണ്ടായിരിക്കും, കോൺസ്റ്റന്റ് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടായിരിക്കും, ബേൺ ഔട്ട് ടെൻഡൻസീസ് ഉണ്ടായിരിക്കും, സോഷ്യൽ കമ്പാരിസൺ വളരെ ഉയർന്നിരിക്കും ഇത്തരക്കാരിൽ. ഇത് ശരീരത്തെയും മനസ്സിനെയും ഒരു പെർപെക്ച്വൽ ആങ്ഷ്യസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ആയുർവേദത്തിൽ നിന്ന് ഇതിനെ വാദവും രജോ ഗുണവും അതിരുകടന്ന അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. സോ മനസ്സിലൊരു ഓവർ ആക്ടിവിറ്റി, റെസ്റ്റ്ലെസ്നെസ്, ഹൈപ്പർ അവയർനെസ് ആൻഡ് ഫിയർ ഓഫ് ഇംപെർഫെക്ഷൻ എന്നിവയൊക്കെയാണ് ഇത്തരം വ്യക്തികളുടെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ലക്ഷണങ്ങൾ. സോ തുടർച്ചയായി ഇത് തുടരുമ്പോൾ എനർജി ഡ്രെയിൻ, കോൺഫിഡൻസ് ഡിപ്പ്, കോൺസെൻട്രേഷൻ ഇഷ്യൂസ്, ഇമോഷണൽ ഫാറ്റീഗ്, ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസസ് ആൻഡ് ഈവൻ ക്രോണിക് ഇൻസോംനിയ, അതായത് ഉറക്കക്കുറവ് വരെ വരാം. സോ പെർഫെക്ഷൻ സ്ട്രെസ്സിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്നാൽ ലോകം നമ്മളെ പ്രശംസിച്ചാലും നാം നമ്മെ അഭിനന്ദിക്കില്ല. സോ സെൽഫ് അപ്രീസിയേഷൻ, സെൽഫ് അക്സെപ്റ്റൻസ് ആൻഡ് ഇന്നർ സാറ്റിസ്ഫാക്ഷൻ എല്ലാം നഷ്ടപ്പെടുന്നു. ഓരോ ദിനവും ഒരു മാരത്തൺ പോലെ തോന്നും, എന്നാൽ ഫിനിഷ് ലൈൻ ഒരിക്കലും കാണാൻ സാധിക്കാതെ. ഈ സ്ട്രെസ് പാറ്റേൺ തിരിച്ചറിയുന്നത് വളരെ 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 അത്യാവശ്യമാണ്. കാരണത്തെ തേടുകയും അത് സ്ലോലി അതിൽ നിന്ന് വേർപെടുത്തെടുക്കുകയും ചെയ്താൽ മനസ്സിന്റെ സ്റ്റെബിലിറ്റി, ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി, ഇമോഷണൽ ബാലൻസ് എല്ലാം അത്ഭുതകരമായിട്ട് മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രകാരമുള്ള സ്ട്രെസ് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഏത് തരമുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് അതിനുള്ള ഫലപ്രദമായ മാനേജ്മെന്റ് നിർദ്ദേശിക്കാനാവുന്നത്. അക്യൂട്ട് സ്ട്രെസ് കുറച്ച് സമയത്തേക്ക് മാത്രമാണെങ്കിൽ ഹാംലെസ് ആകാം. എപ്പിസോഡിക് സ്ട്രെസ് ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ ആവശ്യപ്പെടും. ക്രോണിക് സ്ട്രെസ് അത് ചികിത്സിക്കപ്പെടേണ്ടതും അവഗണിക്കാത്തതുമായ സ്ട്രെസ് തന്നെയാണ്. സോ പെർഫെക്ഷൻ സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്തെന്നാൽ പൂർണ്ണത ഒരു ലക്ഷ്യമല്ല, ഒരു മിഥ്യാഭ്രമം മാത്രമാണ്. പൂർണ്ണത പലപ്പോഴും നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ച ഒരു ഇമാജിനറി സ്റ്റാൻഡേർഡ് ആണ്. ഇത് റിയൽ ലൈഫിൽ ഇല്ലെന്ന തിരിച്ചറിവ് വളരെ വലിയൊരു മെന്റൽ റിലീഫ് നമുക്ക് നൽകും. ഗുഡ് ഈസ് ഇനഫ് എന്ന സിമ്പിൾ പ്രിൻസിപ്പിൾ സ്വീകരിക്കുമ്പോൾ മനസ്സ് റിലാക്സ് ചെയ്യാൻ തുടങ്ങും. പെർഫെക്ഷനിസ്റ്റുകൾ ഒന്നിനെ ചെയ്യുമ്പോൾ തന്നെ 100% ഔട്ട്കം പ്രതീക്ഷിക്കും. ഇത് വലിയൊരു മെന്റൽ പ്രഷറാണ്. അതിന് പകരം ചെറിയ ലക്ഷ്യങ്ങൾ, ചെറിയ പുരോഗതികൾ, ചെറിയ വിജയങ്ങൾ എന്നിങ്ങനെ സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് സ്വീകരിക്കുമ്പോൾ സ്ട്രെസ് കുറയും. പെർഫെക്ഷനിസ്റ്റ് സ്ട്രെസ് എന്ന ഒരു സ്വഭാവ പ്രശ്നമല്ല, ഒരു പാറ്റേൺ ഓഫ് പ്രഷറാണ്. ഈ പാറ്റേൺ തിരിച്ചറിയുകയും അതിൽ നിന്ന് സ്ലോലി മോചിതരാവുകയും ചെയ്യുമ്പോൾ മനസ്സിന് ഒരു ഫ്രഷ് എയർ പോലെ പുതിയ ഊർജവും ശാന്തതയും ലഭിക്കും. പൂർണ്ണത എന്ന ആശയം വിട്ടുപോകുമ്പോഴാണ് ജീവിതത്തെ യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ കഴിയുന്നത്. ജീവിതഭാരം കുറയുന്നത് പ്രശ്നങ്ങൾ കുറയുമ്പോഴല്ല, അവയെ നേരിടാനുള്ള മനസ്സിന്റെ ശക്തി വളരുമ്പോഴാണ്. മനസ്സ് ശാന്തമാകുന്നിടത്താണ് ജീവിതം തെളിയുന്നത്. സ്ട്രെസ്സിനെ തോൽപ്പിക്കുന്നത് ശക്തിയാലല്ല, ശാന്തതയാലാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ സെഷൻ നമ്മുടെ അൽഷിമേഴ്സിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളും സ്ട്രെസ്സും രോഗീ പരിചരണവുമാണ്. സാധാരണ നമ്മുടെ വെബിനാറുകളിൽ നിന്ന് വ്യത്യസ്തമായി മരുന്നുകളെക്കുറിച്ചോ ഔഷധങ്ങളെക്കുറിച്ചോ
എന്തൊക്കെ ചികിത്സകൾ ചെയ്യുന്നതിനെക്കുറിച്ചോ നമ്മൾ ഈ വെബിനാറിൽ പറഞ്ഞിട്ടില്ല. ഒരു അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു അസുഖം ഉള്ളവരോ അല്ലെങ്കിൽ ഇത്രയും കേട്ടതിന് ശേഷം ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതശൈലിയുമായോ നിങ്ങളുടെ സ്വഭാവമായോ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളുമായോ റിസംബ്ലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിനെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും വൈദ്യനിർദ്ദേശങ്ങളും ഇത് അധികമാവാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഇത് മാനേജ് ചെയ്യാനുള്ള വെരി ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്കതിനെ പരിപൂർണമായിട്ട് തന്നെ മാറ്റാൻ നമുക്ക് സാധിച്ചേക്കാം. ഒരു പക്ഷേ ടിപ്പിക്കൽ അൽഷിമേഴ്സ് ഡിസീസ് പാത്തോളജി അല്ലാത്ത കണ്ടീഷൻസിൽ പോലും ഇത്തരം രോഗലക്ഷണങ്ങൾ ചില കണ്ടീഷൻസിൽ വരാറുണ്ട്. അത്തരത്തിലാണെങ്കിൽ നമുക്കതിനെ പരിപൂർണമായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും. ടിപ്പിക്കൽ അൽഷിമേഴ്സ് ഡിസീസ് പാത്തോളജി ഉള്ള കണ്ടീഷൻസിൽ മാത്രമാണ് നമുക്കതിനെ മാറ്റാൻ സാധിക്കാത്തത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സമകാലിക പ്രാധാന്യവും ഗൗരവമേറിയ ഒരു വിഷയത്തെയാണ് സാർ ഇപ്പോൾ അവതരിപ്പിച്ചത്. അതും വളരെ ആഴത്തിലും വളരെ ലളിതവുമായിട്ടാണ് സാർ വിശദീകരിച്ചത്. ഓക്കെ, വളരെ നന്ദി. ഇനി ഈ വെബിനാറിന്റെ ചോദ്യോത്തര സെഷൻ കൈകാര്യം ചെയ്യാനായി നമ്മുടെ വയാം സാറമ്മോ ആയിട്ടുള്ള ആദിത്യ തങ്കപ്പനെ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു ഡോക്ടർ. ഇന്നത്തെ അൽഷിമേഴ്സ് ബോധവൽക്കരണ സെഷന്റെ സമാപനത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ പ്രഭാഷകരായ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അവർ പങ്കുവച്ച വിലപ്പെട്ട അറിവുകൾ, ക്ലിനിക്കൽ അനുഭവങ്ങൾ, ഡിമെൻഷ്യ പരിചരണത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണകൾ എന്നിവ നമ്മെ ഈ രോഗത്തെ കൂടുതൽ മനസ്സിലാക്കാനും അതിനെ നേരിടാനുള്ള മാർഗങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്നതാണ്. ചോദ്യോത്തര സെഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഇതുവരെ പരിപാടിയോട് കാണിച്ച നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പങ്കാളിത്തത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അൽഷിമേഴ്സ് രോഗവുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന വിവരങ്ങൾ നാം ഈ സെഷനിൽ വിശദമായി ചർച്ച ചെയ്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾ ദയവായി ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയോ റൈസ് ഹാൻഡ് ഓപ്ഷൻ ഉപയോഗിച്ച് ചോദിക്കുകയോ ചെയ്യാം. നിങ്ങളുടെ ഓരോ ചോദ്യവും യഥാക്രമം പരിഗണിക്കുന്നതാണ്. ഈ സെഷൻ കൂടുതൽ സംവേദനാത്മകമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സർ. പ്ലീസ്. എന്തൊക്കെയാണ്? A question from Nandana. How does Alzheimer's progresses? അൽഷിമേഴ്സ് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത് ഞാൻ നമ്മുടെ സെഷനിൽ പറഞ്ഞിരുന്നു. അതായത് വളരെ ആദ്യത്തെ 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും അൽഷിമേഴ്സ് നമ്മൾ വിലയിരുത്തുന്നത്. പ്രാരംഭഘട്ടം, മധ്യഘട്ടം, അവസാന ഘട്ടം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അതിൽ അൽഷിമേഴ്സ് 2 തരത്തിലുണ്ട്. പ്രായമായവരിൽ കാണുന്നതും അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള പാരമ്പര്യത്തിൻ്റെ ഘടകമുണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ കാണുന്നതും. അപ്പോൾ ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നേരത്തെ പ്രാരംഭഘട്ടത്തിൽ പറഞ്ഞ ഏതെങ്കിലും നമ്മുടെ ഒരു കാറിൻ്റെ താക്കോല്, നമ്മുടെ മൊബൈൽ, പേഴ്സ് പോലെയുള്ള സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞത് ഓർമ്മയില്ലാതിരിക്കുക, അല്ലെങ്കിൽ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ടൈം മെമ്മറി ലോസ് എന്ന് പറയും, വളരെ 1, 2, 3 മാസത്തിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കാതിരിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വേണം. അതിൻ്റെ നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന വഴികൾ നമുക്ക് അറിയാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ പേരുകൾ അല്ലെങ്കിൽ അവരാരാണെന്ന് ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടാവുക. ഇതാണ് മധ്യഘട്ടം. അതാണ് ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം എന്ന് പറയുന്നത്. 3ാമത്തെ ഘട്ടം എന്നാണ് അവസാന ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങളെ നമുക്ക് മനസ്സിലാവാതിരിക്കുക, മുഴുവൻ സമയം ബെഡ് റിഡൻ ആവുക. ഇത്തരത്തിലാണ് അതിൻ്റെ പ്രോഗ്രഷൻ വരുന്നത്. പക്ഷേ ആ പ്രോഗ്രഷൻ ആവാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഏത് പ്രായത്തിലാണെങ്കിലും ഒരിക്കലും നമ്മൾ കാത്തു നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ഇന്നീ നമ്മുടെ വെബിനാറിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു രോഗലക്ഷണം നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വിദഗ്ധ അഭിപ്രായം നേടണം. ഉടൻ തന്നെ അതിന് കൃത്യമായിട്ടുള്ള പരിചരണവും മരുന്നും ഔഷധം മാത്രമല്ല, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഔഷധം കൊണ്ട് മാത്രം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് ഒരു 5 ഗോൾഡൻ റൂൾസ് എന്ന് പറയാറുണ്ട്. കൃത്യമായ സമയത്ത് എഴുന്നേൽക്കുക, കൃത്യമായ സമയത്ത് ഉറങ്ങുക, കൃത്യമായി ഭക്ഷണം കഴിക്കുക, കൃത്യമായി മരുന്നുകൾ കഴിക്കുക, കൃത്യമായി എക്സസൈസ് ചെയ്യുക. ഇത്തരം ഒരു 5 കാര്യങ്ങൾ, അതായത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല, നമ്മുടെ ബ്രെയിനിന് എക്സസൈസ് കൊടുക്കണം, നമ്മുടെ മൈൻഡിന് എക്സസൈസ് കൊടുക്കണം, ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ്സിന് എക്സസൈസ് കൊടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും കൃത്യമായി നല്ല ഉഷാറായി ഇരുത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ. അപ്പോൾ പ്രോഗ്രഷൻ പ്രധാനമായിട്ടും ഈ 3 സ്റ്റേജസിലാണ് പറയാറുള്ളത്. താങ്ക് യു. ഇനി സർ, നന്ദന ഉത്തരം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാ ഓർമ്മക്കുറവും അൽഷിമേഴ്സ് ആണെന്ന് പറയാനാവുമോ? ക്വസ്റ്റ്യൻ ഫ്രം സുനിൽ കുമാർ. എല്ലാ ഓർമ്മക്കുറവും അൽഷിമേഴ്സ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക്
നമുക്കൊരു പെട്ടെന്ന് ഇപ്പം നേരത്തെ ഞാനിപ്പോൾ ഈ അവസാനം പറഞ്ഞില്ലേ, സ്ട്രെസ് എന്ന് പറയുന്ന ഒരു അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ട്രെസ് വന്ന് അപ്പോൾ അക്യൂട്ട് സ്ട്രെസ് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓർമ്മക്കുറവോ സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓർമ്മക്കുറവുകൾ, ഇപ്പം നമ്മളൊരു ചാവി മറന്നു വയ്ക്കുക, ഇപ്പം നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന സ്ട്രെസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ TSH പോലെയുള്ള T3 TSH പോലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടുള്ള NTTP ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് പോലുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, നമ്മുടെ മൂഡ് സ്വിങ്സ്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഓർമ്മക്കുറവും ഒരിക്കലും അൽഷിമേഴ്സ് അല്ല. പക്ഷെ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഓർമ്മക്കുറവ് നിങ്ങളതിനെ സ്ഥിരമായിട്ടോ ഇടവിട്ടോ നിങ്ങളതിനെ അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് ഇത് ഏത് രീതിയിലുള്ളതാണ്, അക്യൂട്ടാണോ, എപ്പിസോഡിക് അക്യൂട്ട് സ്ട്രെസ് ആണോ, ക്രോണിക് സ്ട്രെസ് ആണോ എന്നുള്ളത് കൃത്യമായൊരു വൈദ്യ നിർദ്ദേശപ്രകാരം വിലയിരുത്തി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ഓക്കെ, താങ്ക് യു സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൽഷിമേഴ്സ് പാരമ്പര്യമായി വരുമോ? ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇപ്പം നമ്മൾ ഫാമിലിയിൽ അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ മെറ്റേണൽ അങ്കിൾ, അമ്മയുടെ ബ്രദേഴ്സ്, അമ്മയുടെ ആങ്ങളമാരായിട്ടുള്ള അമ്മാവന്മാർക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ന്യൂറോളജിക്കൽ, ന്യൂറോ ഡീജനറേറ്റീവ്, ന്യൂറോ പാരൻകൈമൽ, ന്യൂറോ സൈക്കാട്രിക്, ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സിൽ ആരെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യത ഇത്തരം ഒരു പാരമ്പര്യം ഇല്ലാത്ത ആൾക്കാരിനെക്കാട്ടും 50% കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. എന്ന് വെച്ച് വന്നോളെന്ന് യാതൊരു നിർബന്ധമില്ല, മറ്റുള്ളവരെ അപേക്ഷിച്ച് 50% കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഫാമിലിയിൽ അൽഷിമേഴ്സ് ഡിസീസ് എന്നും, അത് സാധാരണ നോർമൽ അൽഷിമേഴ്സ് ഡിസീസ് 60-70 വയസ്സിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഫാമിലിയിലായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് 60 വയസ്സിന് മുൻപ് 50-കളിലോ 40-കളിലോ 30-കളിലോ നമുക്ക് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാരമ്പര്യത്തിൻ്റെ ഒരു ഘടകം അൽഷിമേഴ്സിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. താങ്ക് യു സർ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഓക്കെ, പ്രത്യേകിച്ച് ഇനി ചോദ്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുക. അവർ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയോ അങ്ങനെ വെച്ച് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ, സോ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഈ ചോദ്യോത്തരവേള ഇത്രയും മനോഹരമായി സമാപിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യവും ശ്രദ്ധയും ഈ പരിപാടിയെ കൂടുതൽ അർത്ഥവത്താക്കി. സമാപന വാക്കുകൾക്കായി ഈ സെഷൻ ഡോക്ടർ വിജിത് സാറിന് കൈമാറുന്നു. താങ്ക് യു. അപ്പോൾ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞൊരു സോഷ്യോ എക്കണോമിക് ഡിസാസ്റ്റർ ആണ്. നമ്മുടെ സാമൂഹികമായും സാമ്പത്തികമായും ഓരോ കുടുംബത്തിനെ, അതായത് ഗ്ലോബൽ തന്നെ എഫക്റ്റ് ആവുന്ന ഒരു രോഗമായിട്ടാണ് അൽഷിമേഴ്സിനെ കാണുന്നത്. ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു അംബർല ടേമിൻ്റെ കീഴിൽ വരുന്ന ഒരു അസുഖം മാത്രമാണ് അൽഷിമേഴ്സ് എന്നുള്ളത്. എന്നാൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന അംബർല ടേമിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രോഗാവസ്ഥയും അൽഷിമേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ അൽഷിമേഴ്സിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ ഘട്ടങ്ങളും, അതിൻ്റെ പ്രാരംഭഘട്ടങ്ങളും, മധ്യഘട്ടങ്ങളും, അവസാന ഘട്ടങ്ങളും, ഏതൊക്കെ തരത്തിലുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാ സമ്പ്രദായങ്ങൾ, അതിൻ്റെ കെയർ ടേക്കേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് എന്താണെന്നെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇത് എന്തെങ്കിലും ഈവൻ നിങ്ങൾക്കൊരു ഈ പറയുന്ന അൽഷിമേഴ്സ് ഡെവലപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സംശയമുണ്ടെങ്കിൽ പോലും നമ്മളതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺസൾട്ടേഷൻ, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കൺസൾട്ടേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുവഴി നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്. ഇത് പരിപൂർണമായി ചികിത്സിച്ച് മാറ്റുക എന്നതിനെക്കാട്ടും വളരെ പ്രധാനമാണ് കൃത്യമായി അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ കൃത്യമായി മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സോഷ്യോ ഇക്കണോമിക് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു വലിയൊരു ബേർഡനിൽ നിന്ന് നമുക്കും നമ്മുടെ ഫാമിലിക്കും തീർച്ചയായിട്ടും വളരെ ആശ്വാസമായിരിക്കുന്നത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായി കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ റിലേറ്റീവ്സിലേക്കോ മറ്റ് സർക്കിളിലേക്കോ കൂടെ ഈ കാര്യം കൂടെ എത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ ആദിത്യ, വേറെ ഒന്നുമില്ല, നമുക്ക് അവസാനിപ്പിക്കാം.
യെസ് സർ, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു Thank you, വെരി മച്ച്. ബൈ.